വിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. എല്ലാവരും ഉച്ചത്തിൽ ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീമദ് ഭാഗവതം, അതിലെ ദശമസ്കന്ധം, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിതാ സഞ്ചരിക്കുകയാണ്. പാരായണം ദശമസ്കന്ധം കഴിഞ്ഞു. ഏകാദശസ്കന്ധം ഒരധ്യായം വായിച്ചു നിർത്തി. കഥയ്ക്കൊക്കെ ഇനിയിപ്പം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി നമുക്ക് വികാരത്തിനുള്ള സമയമല്ല, വിചാരം. ഇനി ഭാഗവത്തിൽ സത്സംഗത്തെ പറ്റി വർണ്ണിക്കുന്നു. പിന്നീട് പ്രധാനമായിട്ടൊരു പ്രകരണം ശ്രുതിഗീത. എങ്ങനെയാണ് നിർഗുണമായ ബ്രഹ്മത്തെ സഗുണമായ വേദം സ്തുതിക്കുന്നത്? ഈ വക ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ വർണ്ണിക്കുകയാണ്. സുദാമാവിൻ്റെ ചരിത്രം നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് കേട്ടു. ആ ഒരു കഥ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ഭക്തന് ഇതുപോലെ ആവണം എന്നൊരു തോന്നലുണ്ടാവും. എങ്ങനെ ഏത് സാഹചര്യത്തിലും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും? അത്ഭുതമാണ്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സുദാമാവിന് സമ്പത്തൊന്നുമില്ല നമ്മുടെ ദൃഷ്ടിയിൽ. അദ്ദേഹം ഒരിക്കലും അത് പറയില്ല കേട്ടോ. അദ്ദേഹം പറയും സമ്പത്തുണ്ടല്ലോ, ഭഗവാനുണ്ടല്ലോ എന്നാണ് പറയുക. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ നോക്കി അദ്ദേഹത്തിന് കാശില്ല, കരിമ്പം കുത്തിയ മുണ്ടാണ്, കീറിയ മുണ്ടാണ്, ഉടുക്കാൻ വസ്ത്രമില്ല എന്നൊക്കെ നമ്മൾ പറയും. അദ്ദേഹം പറയും ഞാൻ സമ്പന്നനാ. കാരണം സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് ഭഗവാനാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. വിപതോ നൈവ വിപതഃ സമ്പതോ നൈവ സമ്പത വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പൻ നാരായണ സ്മൃതി. ഒരു ഭക്തൻ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ആപത്തൊന്നുമല്ല ആപത്ത്, നമ്മൾ കണക്കാക്കിയ സമ്പത്തല്ല സമ്പത്ത്. ശരിക്കും സമ്പത്ത് പറഞ്ഞാൽ എന്താ? വിപതോ നൈവ വിപതഃ സമ്പതോ നൈവ സമ്പത വിപത് വിസ്മരണം വിഷ്ണോഹോ വിസ്മരണം വിപത്ത്. ഭഗവാനെ നമ്മൾ മറന്നാൽ അതാണ് ആപത്ത്. എന്നാൽ സമ്പത്ത് എന്താ? സമ്പന്നാരായണ സ്മൃതി. ഈശ്വര സ്മരണയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ആര്? സമ്പന്നൻ. നമ്മളൊക്കെ ആ സ്മരണയോടുകൂടി ഇരിക്കുകയാണോ? ആണെങ്കിൽ നമ്മളൊക്കെ സമ്പന്മാരാണ്. അല്ലാതെ ബാങ്കിൽ എത്ര കാശുണ്ടെങ്കിലും നമ്മളൊന്നും സമ്പന്നന്മാരായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല ഈശ്വര സ്മരണ ഇല്ലെങ്കിൽ. എങ്ങനെയാണ് ഇങ്ങനെ പ്രതികൂല സാഹചര്യത്തിലും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുക? അത് അത്ഭുതമാണ്. അത് സാധിക്കും. അതിനുള്ള വഴി പറയുകയാണ്. അതിനായിട്ട് തീർത്ഥാടനം, സജ്ജനങ്ങളായിട്ട് കൂടിച്ചേരുക. നമുക്ക് പ്രത്യേകിച്ച് വലിയ കഥയൊന്നും ഇല്ലെങ്കിലും സജ്ജനങ്ങളുടെ കൂടെ എങ്ങനെ ഇരുന്നാൽ നമുക്ക് ലേശമായിട്ട് എന്തുണ്ടാവും? കഥ ഉണ്ടായി വരും. നമ്മൾ ആദ്യമുള്ള ജനിച്ച സമയത്തുള്ളതുപോലെ തന്നെയാണോ ഇപ്പോഴും? നമുക്ക് കുറച്ച് മാറ്റമൊക്കെ വരണില്ലേ? നല്ല മാറ്റമാണോ മോശം മാറ്റമാണോ? മോശം അല്ല, നല്ല മാറ്റമാണ്. അപ്പം അങ്ങനെ ഓരോ ദിവസം നമ്മൾ കേൾക്കും തോറും നമ്മളുടെ മനസ്സങ്ങനെ ശുദ്ധായി വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഗുണം ഉണ്ടെങ്കിൽ അത് ലാഭം. സത്സംഗത്തിൻ്റെ ലാഭം അതാണ്. നമ്മളുടെ ജീവിതത്തെ നോക്കിക്കാണുന്നതിൻ്റെ ആ കാഴ്ചപ്പാടൊന്ന് മാറും. പണ്ട് കണ്ടതുപോലെ ആവില്ല ശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് ലോകത്തെ കാണുക. പണ്ട് നമ്മളെ വിഷമിപ്പിച്ച വിഷയങ്ങളൊന്നും ഇപ്പം വിഷമിപ്പിക്കില്ല. അറിവ് കൂടുന്തോറും നമുക്ക് ജ്ഞാനം കൂടുന്തോറും ആനന്ദം വർദ്ധിച്ചു വരും. പണ്ട് കാലത്ത് നമ്മളെ പ്രലോഭിപ്പിച്ച വസ്തുക്കളൊന്നും ഇപ്പം പ്രലോഭിപ്പിക്കുന്നുണ്ടാവില്ല. നമ്മുടെ കഥ നോക്കിയാലും പണ്ട് കാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? ആ ഇഷ്ടപ്പെട്ട വസ്തു ഇപ്പം വലിയ ഇഷ്ടമുണ്ടോ? കുട്ടിക്കാലത്ത് കളിപ്പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ആഗ്രഹമുണ്ടോ? ബലൂണ് തട്ടി കളിക്കാൻ മോഹമുണ്ടോ? മുത്തശ്ശിമാർക്ക് എന്ത് മോഹം? പണ്ട് ബിസ്ക്കറ്റൊക്കെ വലിയ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? ഇപ്പോഴോ? ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ്. അല്ല, വ്യത്യാസം മാറും. ബിസ്ക്കറ്റിനോട് ഇഷ്ടമുണ്ട്. ഇപ്പം നമുക്ക് സ്വർണ്ണ ബിസ്ക്കറ്റ് വേണമെന്നേ ഉള്ളൂ, മറ്റത് വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതത്രയേ ഉള്ളൂ. മനസ്സിലാക്കി. ഈ സ്വർണ്ണ ബിസ്ക്കറ്റും ഇത്രയേ ഉള്ളൂ മനസ്സിലാവും ഭാഗവത ബിസ്ക്കറ്റ് കിട്ടിയാൽ. അത്രയേ ഉള്ളൂ. ഈശ്വരനെ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത്രയും കാലം ഞാൻ തുച്ഛമായ വിഷയത്തിൻ്റെ പിന്നാലെയാണല്ലോ ഓടിയത് എന്ന് തിരിച്ചറിയും. അതിനാണ് മഹാത്മാക്കളായിട്ട് കൂടിച്ചേരണം, സജ്ജനങ്ങളുമായിട്ട് കൂടിച്ചേരണം, അവർ പറയണത് കേൾക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇരുന്നത് ഇത്രയും കാലം പൊട്ടക്കിണറ്റിലായിരുന്നു. നമ്മൾ വിചാരിച്ചു എന്ത് കൊട്ടാരത്തിലാണ്? അല്ല, അത് പൊട്ടക്കിണറായിരുന്നു. പൊട്ടക്കിണറ്റിലെ തവള സമുദ്രത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഈശ്വര ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ വിചാരിച്ചു രാജധാനി എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറാന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ പാറ്റയെ പിടിക്കൽ എന്ന് വിചാരിച്ചു പോയി. ഇപ്പോഴല്ലേ മനസ്സിലായത് അതല്ലാന്ന്. ഇതുപോലെ ഭാഗവതമൊക്കെ എപ്പോഴെങ്കിലും ചെവിയിൽ വീഴുമ്പോഴാണ് നമ്മളും തിരിച്ചറിയുക കുറേ മുന്നേ കേൾക്കേണ്ടതായിരുന്നു. ഇത്രയും കാലം പലതിൻ്റെ പിന്നാലെ ഓടി. കുറച്ച് മുന്നെയൊക്കെ അല്ലേ, ഉറക്കം വരുന്നതിൻ്റെ മുമ്പ് തന്നെ കേൾക്കേണ്ടതായി. ഈ പ്രഷറും ഷുഗറൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ. ഇപ്പം വേണമെച്ചിട്ടല്ല, കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാവുക, അത്യാവശ്യം ഷുഗറൊക്കെ ഉണ്ടാവുകയും ചെയ്യുക ഒക്കെ ഉണ്ടെങ്കിൽ ഭാഗവതം അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സമാധിക്കൊക്കെ പോകും. കുറേ മുമ്പ് വേണ്ടതായിരുന്നു എന്ന് അറിയുന്നതാണ്. ഇവിടെ വിഷയം അതാണ്.
എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭക്തി, സുധാമാവിനെ പോലൊരു ഭക്തി നമുക്കുണ്ടാവുക? അതിന് തീർത്ഥാടനം വേണം, സജ്ജനങ്ങളെ കാണണം, അങ്ങനെയുള്ള ജ്ഞാനികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ശ്രദ്ധിക്കുക, അവർ പറയണത് കേൾക്കുക, അവരുടെ കൂടെ സഞ്ചരിക്കുക, അവർക്ക് പറ്റുന്ന സേവ ചെയ്യുക. അങ്ങനെയാവുമ്പം നമുക്കും അതിനോട് താല്പര്യം ഉണ്ടാവും. അതല്ല, തനി ലൗകികരുടെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കണതെങ്കിലും നമുക്ക് ആ വിഷയങ്ങളോടാവും താല്പര്യം. ഇവിടെ സത്സംഗം വർണ്ണിച്ചു, സത്സംഗ മഹിമ. സൂര്യഗ്രഹണം വന്ന സമയത്ത് എല്ലാവരും പുറപ്പെട്ടു കുരുക്ഷേത്രത്തിലേക്ക്. ശുദ്ധമായ സ്ഥലമാണ്. എല്ലാവരുടെയും ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവിടേക്ക് കൃഷ്ണൻ വരുന്നുണ്ട്, എന്നാൽ കൃഷ്ണനൊന്ന് കാണാലോ എന്ന് കരുതി എല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ വെച്ച് എല്ലാവർക്കും പറയാൻ ഒരു കഥ മാത്രമേ ഉള്ളൂ, കൃഷ്ണനെ പറ്റി മാത്രം. സപ്താഹത്തിന് വന്നാൽ നമുക്ക് പറയാൻ ഒരു കഥയേ ഉള്ളൂ. ആരെ പറ്റി മാത്രം? ആരൊക്കെയോ പറ്റി, അങ്ങനെ അതല്ല, ഭഗവാനെ പറ്റി മാത്രം, മറ്റൊരു കഥയും പറയാണ്ടിരിക്കുക, ഈശ്വരനെ പറ്റി മാത്രം. ആ കുരുക്ഷേത്രത്തിൽ വന്നവർക്കൊക്കെ ഭഗവാനെ പറ്റി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. പല ദിക്കിൽ നിന്നും ആളുകൾ ഭഗവാനെ കാണാനായിട്ട് വന്നു. ഗോപികമാർ എവിടെയും പോവാത്തവരാ, അവർ വൃന്ദാവനം വിട്ട് എവിടെയും പോവാത്തവർ എവിടേക്ക് വന്നു? കുരുക്ഷേത്രത്തിലേക്ക് വന്നു. കാരണം കുരുക്ഷേത്രത്തിൽ ഭഗവാനുള്ളത് കൊണ്ട് കാണാനായിട്ട് വന്നതാണ്. ഭഗവാൻ അവരെ കണ്ടു. അവരിങ്ങോട്ട് ചോദിക്കണ മുമ്പ് ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു, ഗോപികമാരെ എന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗോപികമാരായതുകൊണ്ടൊന്നും വേണ്ടിയില്ല, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ, എപ്പോഴും നിങ്ങളെ തന്നെ മനസ്സിൽ വെച്ച് നടക്കുകയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് ഞാൻ വിട്ടു നിൽക്കണില്ല. അതാണ് ഭഗവാന്റെ ഉപദേശം. നമ്മളോടും തന്നെയാണ് പറയണത്. ഈ ഉപദേശമൊക്കെ ഗോപികമാരോടല്ല, വിഷമിച്ചിരിക്കുന്ന നമ്മളോട് പറയുകയാണ്. നിങ്ങളിന്ന് ഒട്ടും ഞാൻ വിട്ടു നിൽക്കണില്ല. പക്ഷെ നിങ്ങളതറിയാത്തത് നിങ്ങളുടെ അജ്ഞാനം കൊണ്ടാണ്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങളിന്ന് ഞാൻ പോയ ഗോപികമാരെ പിന്നെ നിങ്ങളില്ല, ഉണ്ടോ? നമ്മളിന്ന് ഈശ്വരൻ പോയ പിന്നെ നമ്മളുണ്ടോ? ശിവൻ പോയാൽ പിന്നെ ശവമാണ്, പിന്നെ ആളുണ്ടെന്ന് നമ്മൾ കണക്കാക്കില്ല, ഉള്ളതായിട്ട് കണക്കാക്കൂ. ആൾ മരിച്ചു പോയാൽ പിന്നെ നമ്മൾ അയാളെ പേര് പോലും പറയില്ലല്ലോ. ഗോപാലൻ നായർ മരിച്ചു, ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ എന്താ ചോദിക്കുക? ഗോപാലൻ നായരെ കൊണ്ടുവന്നോ ചോദിക്കുമോ? ഡെഡ് ബോഡി കൊണ്ടുവന്നു, പേര് തന്നെ പോയി. അപ്പം നമ്മളാക്കി നിർത്തുന്നത് ഭഗവാനല്ലേ? ഇതങ്ങോട്ട് ഉപദേശം കേട്ടതും അവർക്കത് ബോധ്യായി. തത്വമസി എന്നാ ഭഗവാൻ ഉപദേശിച്ചത്, അഹം ബ്രഹ്മാസ്മി എന്ന ഗോപികമാർക്ക് ബോധ്യായി. എന്തുകൊണ്ട് അവർക്ക് ബോധ്യായി? അവരുടെ മനസ്സിപ്പോൾ കർപ്പൂരം പോലെയാണ്, ഒരു തീപ്പൊരി കണ്ടിട്ടാൽ കത്തും. നമ്മളുടെ മനസ്സോ പച്ച വറക് പോലെ, കുറച്ചൊക്കെ നനഞ്ഞിട്ടുമുണ്ട്, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ കേട്ടാലും കത്തിക്കോളണമെന്നില്ല. നമ്മളിങ്ങനെ തയ്യാറായാൽ അവരിത്രയും കാലം ആ രാസക്രീഡയ്ക്ക് ശേഷം പിന്നീടുള്ള കാലം മുഴുവൻ അവർ ഭഗവാനെ തന്നെ മനസ്സിൽ വെച്ച് മറ്റ് വിചാരങ്ങളില്ലാണ്ട് കഴിയുന്നത് ഈ ഒരു ഉപദേശം കേട്ടപ്പോഴേക്കും അവർക്ക് കാര്യം തെളിഞ്ഞു. അത്രയ്ക്ക് പക്വത നമുക്കുണ്ടെങ്കിൽ അധിക ഉപദേശമൊന്നും ആവശ്യമില്ല. സപ്താഹമൊന്നും അധികം കേൾക്കേണ്ട കാര്യമില്ല. ഒറ്റ സപ്താഹം, ഒറ്റ സപ്താഹം. പരീക്ഷത്ത് ഒരു പ്രാവശ്യമേ കേട്ടുള്ളൂ. പരീക്ഷത്ത് ഒറ്റ പ്രാവശ്യം. ദ്വന്ദ്വകാര്യോ ഒറ്റ പ്രാവശ്യം. നമ്മളോ എത്രയോ. കുറ്റല്ല, കേൾക്കണം, കേട്ടുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സെന്താവട്ടെ, പിടിച്ചെടുക്കാനുള്ള ആ പ്രാപ്തി കണ്ട് നേടിയാൽ രക്ഷപ്പെട്ടു. ഇപ്പം ഗോപികമാർക്ക് ആ പ്രാപ്തി ഉള്ളത് കൊണ്ട് ഭഗവാന്റെ ഉപദേശം കേട്ടതും അവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. അനവധി സന്യാസിമാർ, ഋഷിമാരൊക്കെ അവിടേക്ക് വന്നു. അവരൊക്കെ ഭഗവാൻ തൊഴുതു നമസ്കരിച്ചു. നമുക്ക് മാതൃകയായിട്ടത് സന്യാസിമാരെ, സജ്ജനങ്ങളെ കാണുമ്പോൾ നമസ്കരിക്കാൻ മടിക്കരുത്, അത് കാണിക്കണം. അവരെ തൊഴുതു നമസ്കരിച്ചും കൊണ്ട് നിങ്ങളെ കാണാൻ മാത്രം എന്ത് ഭാഗ്യമാണ് ഞാൻ ചെയ്തത്. ആര് ചോദിക്കുകയാണ്? കൃഷ്ണൻ ചോദിക്കുക. ഭഗവാൻ പറയുകയാണ്. അവർ ഉള്ളിൽ ചിരിച്ചു, അങ്ങയെ കാണാൻ മാത്രം എന്ത് പുണ്യം ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ലെങ്കിലും സജ്ജനങ്ങളെ ഞാൻ കണക്കാക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ് സഞ്ചരിക്കുന്ന തീർത്ഥങ്ങൾ. പലരും അവിടെയും വടിയും പോയി മുങ്ങാറുണ്ട്. അതാണ് തീർത്ഥം, അതാണ് തീർത്ഥം എന്ന് കരുതിയിട്ട്. അത് തീർത്ഥമല്ല എന്ന് ഞാൻ പറയണില്ല. ഗംഗയും യമുനയൊക്കെ തീർത്ഥം തന്നെ. എന്തുകൊണ്ട്? നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി മുങ്ങണത് കൊണ്ട് അത് തീർത്ഥം. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാ തേ പുനന്ത്യുരു കാലേന ദർശനാദേവ സാധവ. ഒന്നങ്ങോട്ട് പോയി ഗംഗയിൽ മുങ്ങിയ ശുദ്ധാവും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഗംഗയിൽ അങ്ങോട്ട് മുങ്ങിയ ഹൃദയം ശുദ്ധാവും തോന്നുന്നുണ്ടോ? മുങ്ങിയവരൊക്കെ ഒന്ന് കൈവന്തിക്കൂ. ശുദ്ധായോ? അങ്ങനെ ചോദിച്ചാൽ അതാ പറയുന്നത്. മുങ്ങി വന്നപ്പം കുറച്ചുകൂടി അശുദ്ധമായോ എന്നൊരു സംശയമുണ്ട്. അതെ, ഞാനേ ബദ്രിക്ക് 30 പ്രാവശ്യം പോയി. എത്ര പ്രാവശ്യം ഗംഗയിൽ മുങ്ങിയ നിശ്ചയമുണ്ടോ എന്ന് പറയുന്നവരും കാണാറുണ്ട് ഇല്ലേ? ഗംഗയിൽ മുങ്ങിയ മോക്ഷം കിട്ടുമെങ്കിൽ എന്നും മുങ്ങനുണ്ട് തവള. മോക്ഷം കിട്ടിയോ? ഗംഗയുടെ തീരെ തന്നെ കള്ളന്മാരെ കാണാം. നമ്മൾ ബാഗ് അവിടെ വെച്ച് മുങ്ങാൻ പോയ ബാഗ് പിന്നെ കാണില്ല. എന്തുകൊണ്ട്? അവർ ശുദ്ധമായില്ല. മുങ്ങനുണ്ടോ ചോദിച്ചാൽ അവരും മുങ്ങനുണ്ട്. ശ്രദ്ധിക്കണം. എന്താണ് ആ ഗംഗയ്ക്ക് പുണ്യം കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ ആ തീരത്തിരിക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം മുങ്ങിയാലൊന്നും ഹൃദയം ശുദ്ധമാവുമെന്ന് വിചാരിക്കണ്ട.
എത്രയോ കാലത്തെ വിഗ്രഹാരാധന കൊണ്ട് മനസ്സ് ശുദ്ധമായേക്കാം. ഒന്ന് വന്ന് അമ്പലത്തിൽ തൊഴുതു എന്ന് കരുതി ശുദ്ധാവും തോന്നുന്നുണ്ടോ? ഒന്ന് പ്രദക്ഷിണം വെച്ച് ഒന്ന് നോക്കി എന്ത് അങ്ങനെയൊന്നും ആയിക്കോളുന്നില്ല. പക്ഷെ ഒന്ന് പറയാം, ദർശനാദേവ സാധവ, സജ്ജനങ്ങളെ കണ്ടാൽ തൊടുന്നും വേണ്ട, മിണ്ടൊന്നും വേണ്ട. ദർശനാദേവ സാധവ, സജ്ജനങ്ങളെ കണ്ടാൽ ആ കണ്ട മാത്രയിൽ ഹൃദയത്തിലെ പാപം ഇല്ലാണ്ടാവും, മനസ്സ് ശുദ്ധാവും. തെളിവെന്താ? രത്നാകരൻ വാൽമീകിയില്ലേ? സമയമെടുത്തു, കുറേ കാലം എടുത്തു. സജ്ജനങ്ങളെ കണ്ടതും മനസ്സ് മാറുകയാണ്. ഇന്നലെ വരെ മനുഷ്യരെ തന്നെ കൊല്ലാൻ മടിയില്ലാത്ത ആൾക്ക് പിന്നെ വാൽമീകി ആയപ്പോഴേക്കും ഒരു വേടനൊരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ ഇയാൾക്ക് സഹിക്കുന്നില്ല, മനസ്സ് പടയാണ്. അങ്ങനെയാണ് മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമാ. ഇന്നലെ വരെ മനുഷ്യനെ കൊല്ലാൻ മടിയില്ലാത്ത ആൾക്ക് ഇപ്പോൾ ഒരു പക്ഷി വീണ് കണ്ടപ്പം സഹിക്കാൻ പറ്റുന്നില്ല. ആ ഭാഗത്തേക്ക് അദ്ദേഹം ഉയർന്നുവെങ്കിൽ എങ്ങനെ? ദർശനാദേവ സാധവ, സജ്ജനങ്ങളെ കാണലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഗംഗയിലേക്ക് പോവൂ, ബദ്രിക്ക് പോവൂ, ഹരിദ്വാറിൽ പോവൂ. അവിടെ ആരുണ്ടാവും? അവിടെ സജ്ജനങ്ങളുടെ. കാശിക്ക് പോവൂ, അവിടെ ആരുണ്ടാവും? സജ്ജനങ്ങളുണ്ടാവും. അവരെ കാണാനാണ്. നമ്മളവിടെ പോയിട്ട് എന്ത് ചെയ്യും? പട്ടുസാരി വാങ്ങും. 10 റുപ്യ കുറവാത്രേ കാശി പോയാൽ. അവിടെ പോയിട്ട് പട്ടുസാരി. ദർശനാദേവ സാധവ, സജ്ജനങ്ങളെ കാണലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ഋഷിമാരെ നമസ്കരിക്കുന്നു. നാരദരെ കണ്ട സമയത്ത് അവിടേക്ക് ഓടി വന്നു വസുദേവർ. എന്നിട്ട് ചോദിച്ചു, എനിക്കൊരു സംശയം, എങ്ങനെയാണ് കർമ്മം കൊണ്ട് കർമ്മം ഇല്ലാണ്ടിയാക്കുക? നേരെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയപ്പോൾ സാധിക്കുക? ആരാ ചോദിക്കണത്? വസുദേവർ ചോദിക്കുകയാണ്. അത്ഭുതം തോന്നും. വസുദേവൻ ആരാ? കൃഷ്ണൻ്റെ അമ്മാവനോ? ആ, കൃഷ്ണൻ്റെ അച്ഛനാണ് വസുദേവരെ. കൃഷ്ണൻ തന്നെ, ഭഗവാൻ തന്നെ മകനായിട്ട് വന്നിട്ടും അദ്ദേഹത്തിന് എന്ത് തീർന്നില്ല? ദുഃഖം തീർന്നില്ല. നമ്മളെ കാര്യം പറയണ്ടോ? വസുദേവർക്കാണ് ദുഃഖം തീർന്നില്ല, മകനായിട്ട് കിട്ടി ഭഗവാനെ. എന്നിട്ടോ നമ്മളിങ്ങനെ ഇവിടുന്ന് പറയാണ് എന്ത് ഭാഗ്യം ചെയ്തു അദ്ദേഹം. അദ്ദേഹം പറയണത് എന്താ വെച്ചാൽ ദുഃഖം തീർന്നിട്ടൊന്നുമില്ല എന്നാണ്. അവിടെ വെച്ച് നാരദരുടെ ഉപദേശം അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാനെ മകനായിട്ട് കിട്ടിയെന്ന് കരുതി ദുഃഖം തീരുന്നില്ല കേട്ടോ. ഒപ്പം ഭഗവാൻ ഉണ്ടെന്ന് കരുതി ദുഃഖം തീരില്ല. ആ ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ ദുഃഖം തീരുള്ളൂ. ഭാഗവതം പഠിച്ചാലേ ദുഃഖം തീരുള്ളൂ. പുസ്തകം വാങ്ങി വീട്ടിൽ വെച്ചു എന്ന് കരുതിയിട്ട് ദുഃഖം തീരില്ല. തുറന്നു നോക്കിയാലേ, അത്രയേ ഉള്ളൂ. ഇത് കഥ മനസ്സിലാക്കിയാൽ മാത്രമേ ദുഃഖം തീരുള്ളൂ. ഭഗവാനെയും അറിഞ്ഞാൽ മാത്രമേ ദുഃഖം തീരുള്ളൂ. അവനവൻ്റെതാക്കണം. വിട്ടു നിന്നാൽ ദുഃഖം തീരും. ഇഡ്ഡലി അവിടെ ഉണ്ട്, നമ്മളും ഇവിടെ ഉണ്ട്. വിശപ്പുണ്ട്, അത് തീരണച്ച എന്ത് വേണം? ഇഡ്ഡലി അവിടെ ഉണ്ടായാൽ മതിയോ? കഴിക്കണ്ടേ? കഴിച്ചാലല്ലേ മാറുള്ളൂ. അതുകൊണ്ട് അനുഭവിക്കണം, ഭഗവാനെ അറിയണം. അറിഞ്ഞാൽ മാത്രമേ ദുഃഖം തീരുള്ളൂ. കർമ്മം ചെയ്യാണ്ടിരിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. വസുദേവരെ നഹി കശ്ചിത് ക്ഷണം അഭിജാതു തിഷ്ഠതി അകർമ്മകൃത്. ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമോ? കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പം കർമ്മം ചെയ്യണുണ്ട്. എന്താ ചെയ്യണത്? ഞാൻ ചെയ്യണ കർമ്മം പറയാം, നിങ്ങൾ ചെയ്യണതോ കേൾക്കുക, അല്ലെങ്കിൽ ഉറങ്ങുക. രണ്ടും കർമ്മം തന്നെയാണ്. ഉറങ്ങണത് കർമ്മമല്ല വിചാരിക്കണ്ട. പക്ഷെ ഉറങ്ങണത് കൊണ്ട് എന്താ ലാഭം ചോദിച്ചാൽ, വേറെ കർമ്മങ്ങൾ ചെയ്യണില്ലാണ്ടൊരു ലാഭം ഉറങ്ങുമ്പോണ്ട്. ഉറങ്ങുമ്പം മറ്റു ദുഷ്കർമ്മങ്ങൾ ചെയ്യണില്ല അല്ലേ? വലിയ കാര്യമല്ലേ? കുറേ ചെയ്തതുണ്ട്, എന്നാലും ഇപ്പം ഒന്നും ചെയ്യണില്ലല്ലോ. അതന്നെ വലിയ കാര്യം. പക്ഷേ ഉണർന്നിരുന്നത് കേട്ടാൽ എന്താ ഗുണം വെച്ചാൽ, ഇനി ഉണർന്നാലും ചെയ്യില്ല. എന്താണ്? ആ അറിവ് കെട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇനി ഞാൻ ചെയ്യാണ്ടേ എന്താ ഗുണം? നമുക്ക് ഭാവി സുന്ദരമാവും. ഇപ്പോൾ ഉള്ളതൊക്കെ അനുഭവിക്കാം, നിവൃത്തിയില്ല. പണ്ടത്തെയാണ്, പണ്ട് ചെയ്തു വെച്ചത് അനുഭവിക്കുകയാണ്. ഇനി കരുതിയാൽ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ വലിയ വിഷമമില്ലാണ്ടിരിക്കുക. അതാണ് പ്രധാനം. അപ്പോൾ കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? നമ്മൾ പറയാറുണ്ട് വെറുതെ നല്ല മഴയാണ്, വെറുതെ ഇരിക്കാനാണ് തോന്നുന്നത്. അല്ലല്ല, അത് മൊബൈൽ നോക്കാനാണ്. നമ്മുടെ വെറുതെ ഇരിക്കുക പറഞ്ഞാൽ മൊബൈൽ നോക്കിയിരിക്കല, ടി വി കണ്ടിരിക്കുക, പരദൂഷണം പറഞ്ഞിരിക്കുക. അത് അപ്പോഴും കർമ്മം തന്നെയാണ്. ആ കർമ്മം നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാത്ത മട്ടിൽ കർമ്മം ചെയ്യണമെങ്കിൽ, ആ കർമ്മം നമ്മളെ ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ എങ്ങനെ വേണം? ഉത്തരം പറഞ്ഞു, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ മതി. താൻ ചെയ്യേണ്ടത് തനിക്ക് വേണ്ടി എന്ന് വിചാരിക്കേണ്ട, ഭഗവാന് വേണ്ടി വിചാരിച്ചാലോ വിഷമല്ല. എന്ത് ചെയ്യുമ്പോഴും, പ്രഭാഷണം ചെയ്യുമ്പം എനിക്ക് വേണ്ടിയെന്ന് വിചാരിക്കേണ്ട, കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിയെന്നും വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ് കിട്ടും. ചിലരൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോട്ടുവായിട്ടാലോ, ഉറങ്ങി വീണാലോ, നിങ്ങൾക്ക് വേണ്ടിയെന്ന് വിചാരിച്ചു ചെക്ക് വിഷമാവും ഇല്ലേ? നേരെ മറിച്ച് പുരമ്പുറപ്പിന് വേണ്ടിയെന്ന് വിചാരിച്ചാൽ ഒന്നും ബാധിക്കില്ല. വൃത്തിയിൽ ആവണതുപോലെ ചെയ്യുക, ഭഗവാന് വേണ്ടിയെന്ന് കണക്കാക്കിയാൽ അത് തന്നെ ബാധിക്കില്ല. അതിൻ്റെ ഫലത്തെ പറ്റി നമുക്ക് ചിന്ത ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് ചെയ്യണ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. അതുകൊണ്ട് വസുദേവരെ ഇനി മുതൽ അങ്ങനെ ചെയ്യൂ. അങ്ങക്ക് ദേവകടം കുറച്ച് ബാക്കിയുണ്ട്, അത് നമുക്ക് യാഗം ചെയ്ത് വീട്ടാം. ചെയ്യണ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അതാണ് യജ്ഞം.
എന്ത് കർമ്മമാണെങ്കിലും ഊണ് കഴിക്കണത് യജ്ഞ, കിടന്നുറങ്ങണത് എന്താ യജ്ഞമാണ്, എല്ലാം യജ്ഞമാണ്. വിസർജിക്കുന്നത് പോലും യജ്ഞമാണ്. പിന്നെ ബാക്കി പറയണ്ടല്ലോ. ഏത് കർമ്മവും യജ്ഞമായിട്ടാണ് കണക്കാക്കുക. ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഏത് കർമ്മവും ഭഗവാനെ മറക്കാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ശാന്തി അനുഭവിക്കാം. ഈ ഉപദേശം നാരദ മഹർഷി വസുദേവർക്ക് കൊടുക്കണം. അവിടെ വെച്ച് പിന്നെ തൻ്റെ മരിച്ചുപോയ ഉണ്ണികളെ കാണുന്നുള്ള മോഹം അത് ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു. ആ കഥയൊക്കെ വർണ്ണിച്ചു. അങ്ങനെ കഥ വർണ്ണിച്ചു വരുന്ന സമയത്താണ് പരീക്ഷത്തിൻ്റെ ചോദ്യം, എങ്ങനെയാണ് എൻ്റെ മുത്തശ്ശൻ മുത്തശ്ശിയെ വിവാഹം കഴിച്ചതെന്നൊരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുകയാണ്. അതും പറഞ്ഞു കൊടുക്കും. സുഭദ്രാഹരണം. താല്പര്യം എത്രയേ ഉള്ളൂ. സുഭദ്ര പറഞ്ഞാൽ മംഗളം, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. മംഗളം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവണം നമുക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ആ വഴിക്ക് സഞ്ചരിക്കണ്ടേ. അർജുനന് ഭഗവാനെ വലിയ ഇഷ്ടമാണ്. ഭഗവാനോട് ഇക്കാര്യം പറയുകയും ചെയ്തു. എനിക്ക് അങ്ങയുടെ ആ അനിയത്തിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. ഭഗവാൻ ചോദിച്ചു, സുഭദ്രയ്ക്ക് ഇങ്ങോട്ടോ ഇഷ്ടമുണ്ട്, പക്ഷേ നടക്കും തോന്നണില്ല. എന്താ കാരണം വെച്ചാൽ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്, സുഭദ്രയെ നമുക്ക് ദുര്യോധന് വിവാഹം കഴിച്ചു കൊടുക്കണം, കാരണം തൻ്റെ ശിഷ്യനാണ്, ആ വാത്സല്യം ഉള്ളതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. ഏട്ടനെ വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ അത്ര ഇഷ്ടമാണെങ്കിൽ ഞാൻ രുക്മിണിയെ കഴിച്ച പോലെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്നാണ്. എന്തായാലും ഭഗവാന്റെ ഒരു അനുവാദം ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അങ്ങനെ ഭഗവാന്റെ അനുവാദത്തോടുകൂടി അർജുനൻ സന്യാസി വേഷം ധരിച്ച് ആരെ സ്വീകരിച്ചു? സുഭദ്രയെ. എന്ന് പറഞ്ഞാൽ താല്പര്യം എത്രയേ ഉള്ളൂ. നമുക്ക് ഭദ്രം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ ആനുകൂല്യം ഉണ്ടെങ്കിലേ, മെനക്കെട്ടിട്ടും കാര്യമൊന്നുമില്ല, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭദ്രം എന്ന് പറഞ്ഞ നന്മ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. സന്യസിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവുള്ളൂ? അർജുനന് പോലും സന്യാസി വേഷം കെട്ടിയപ്പോഴാണ് എന്ന് പറഞ്ഞ താല്പര്യം. ഇനി ഒരു 7 ദിവസത്തേക്ക് സന്യസിച്ചാലും മതി. നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. 7 ദിവസത്തേക്ക് എത്ര? നാളെ ഉച്ച വരെ. ഉച്ച കഴിഞ്ഞ് നമ്മളെ നോക്കണ്ട, സ്വഭാവം വേറെ ഇരിക്കും. എന്നാലും അത്ര നേരം എന്ത് ചെയ്യുന്നുണ്ട്? ആ വേഷമൊക്കെ കെട്ടി വേഷ്ടിയൊക്കെ പൊറിച്ചങ്ങനെ മതി. അങ്ങനെ കുറച്ച് ദിവസം ഒന്ന് നോക്കൂ. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കിയ പിന്നെ അത് തുടരാൻ തോന്നും. അപ്പോൾ കുറച്ച് കാലത്തേക്കെങ്കിലും, തൽക്കാലത്തേക്കെങ്കിലും എന്ത് ചെയ്തു? അർജുനൻ സന്യാസി വേഷം കെട്ടിയപ്പോൾ ആരെ കിട്ടി? സുഭദ്രയെ കിട്ടിയില്ലേ? അതുകൊണ്ട് നിസ്സംഗനാവാൻ ശ്രമിക്കൂ. ലൗകിക വിഷയങ്ങളോടുള്ള താല്പര്യം കുറച്ച് ജീവിതത്തിൽ നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച് തുച്ഛ വിഷയങ്ങളോടുള്ള താല്പര്യം കുറയ്ക്കൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അക്കാലത്ത് ശ്രുതദേവൻ, ബഹുളാശ്വൻ 2 പേരുണ്ട്. അവർക്കെന്താ വെച്ചാൽ ശ്രുതദേവൻ ഒരു ബ്രാഹ്മണനാണ്, ബഹുളാശ്വൻ രാജാവാണ്. രാജാവിൻ്റെ മോഹം ഭഗവാനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കണം എന്നൊരാഗ്രഹം. ശ്രുതദേവന് മോഹം അതുതന്നെയാണ്, തൻ്റെ ഇല്ലത്തേക്ക് ഭഗവാനെ വിളിക്കണം, എന്നിട്ടോ ഭക്ഷണം കൊടുക്കുക. ശ്രുതദേവൻ ദരിദ്രനാണ്, ബഹുളാശ്വനോ സമ്പന്നനാണ്. 2 പേരും വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞു. അങ്ങ് എൻ്റെ ഗൃഹത്തിലേക്ക് വരണം എന്ന് ശ്രുതദേവനും പറഞ്ഞു, ബഹുളാശ്വനും പറഞ്ഞു. ഒരു ചെവിയിൽ ശ്രുതദേവൻ, ഒരു ചെവിയിൽ ബഹുളാശ്വൻ. 2 പേരോടും ഭഗവാൻ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ഒരേ സമയം ഒരേ ദിവസം 2 ആൾക്കും കൊടുത്താൽ എങ്ങനെയാണ്? പക്ഷേ ഉച്ചയായ സമയത്ത് ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. 2 ആഴ്ച മഞ്ഞമ്പൊടു വാസുദേവൻ 2 ഇടവും ചെന്നഥ പൂജ വാങ്ങി. 2 ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങിയതും ആരായി? ഭഗവാൻ 2 ആയി മാറി. 2 ദിക്കിലും പോയി പൂജ വാങ്ങി. ബ്രാഹ്മണൻ്റെ അടുത്ത് പോയപ്പം അവിടെ അത്ര ഗംഭീരമായിട്ടുള്ള ഏർപ്പാടൊന്നുമില്ല. അത്ര ദരിദ്രനാണ്. അധികം പേരൊന്നും അവിടെ ഇല്ല. കുറച്ച് വൃദ്ധ ബ്രാഹ്മണർ കുറച്ച് പേരുണ്ട്, അത്രയേ ഉള്ളൂ. ഭഗവാൻ അങ്ങോട്ട് വന്ന സമയത്ത് അദ്ദേഹം ഓടിച്ചെന്നു. തൻ്റെ തോളുള്ള വേഷ്ടിയൊക്കെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഭഗവാൻ എൻ്റെ ഇല്ലത്തേക്ക് വന്നു പറഞ്ഞ് സന്തോഷം കൊണ്ട് തൊഴുതു നമസ്കരിക്കുന്നു. ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി കാല് കഴുകിച്ചിരുത്തി ഭഗവാന് വീശി കൊടുക്കുന്നു. നേദ്യച്ചോറുണ്ട്, തൈരുണ്ട്. പിന്നെ ഭഗവാൻ വന്നുകൊണ്ട് ലേശം വിശേഷമായിട്ടൊരു കടുമാങ്ങി കഴിഞ്ഞു. അയാൾക്ക് അത്രയും പറ്റുള്ളൂ. അത് കൊടുത്തു. ഭഗവാൻ അവിടുന്ന് കഴിച്ചു, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. രാജാവിൻ്റെ അടുത്ത് 10,000 പേരുണ്ട് അവിടെ. എത്ര? വെൺകൊട്ടക്കോടയൊക്കെ പിടിച്ച് പൂർണ്ണകുംഭമൊക്കെ വെച്ച് ഭഗവാനെ കേമായിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. സ്വർണ്ണ സിംഹാസനത്തിലിരുത്തുന്നു. രാജാവിന് ആ കഴിവുണ്ട്, അങ്ങനെ ചെയ്തു. അദ്ദേഹം 16 കൂട്ടം പായസം, ഗംഭീര സദ്യ. ആർക്ക്? ഭഗവാൻ. അതും ആര് കഴിച്ചു? ഭഗവാൻ കഴിച്ചു. അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു. എന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്? ഭഗവാൻ നോക്കിയത് ഭക്തി മാത്രമാണ്. 2 പേർക്ക് ഉദ്ദേശം എന്താ? ഞാൻ സന്തോഷിക്കണമെന്ന് മാത്രമാണ്, നാട്ടുകാരെ കാണിക്കണമെന്നില്ല. രാജാവിനും ഇല്ല. രാജാവിന് കഴിവുണ്ട്, അതുപോലെ ചെയ്തു. ബ്രാഹ്മണനോ അത്രേ കഴിവുള്ളൂ, അതിനനുസരിച്ച് ചെയ്തു എന്ന് കരുതി ഭഗവാൻ എന്ത് തോന്നിയില്ല? രാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ ഗംഭീരമായിട്ടുള്ള സ്വീകരണമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തില്ല? ഒന്നുമില്ല എന്നുള്ള വിചാരം ആർക്കില്ല. ഭഗവാൻ അങ്ങനത്തെ ഒരു അഭിമാനവുമില്ല. അദ്ദേഹത്തിന് കഴിവ് പോലെ ചെയ്തു. 2 പേർക്കും ഭഗവാൻ ഒരുപോലെ അനുഗ്രഹം കൊടുത്തു. ഉഷിത്വ ആദിശ്യ സന്മാർഗം. സന്മാർഗത്തെ ഉപദേശിച്ചു, സത്തിനെ ഉപദേശിച്ചു കൊടുത്തു. ഏറ്റവും വലിയ ഉപദേശം അതാണ്. ഭാഗവത്തേക്കാൾ വലുതൊന്നും കൊടുക്കാനില്ല. ഉണ്ടോ?
സമ്മാനം കൊടുക്കാൻ എന്ത് കൊടുക്കണം? കാസറോള്. അത് നമ്മൾ കാണാൻ മാത്രമൊരു സാധനം കൊടുക്കുക വെച്ചാൽ ഭാഗവതം. ഇതിലും വലുത് എന്താണുള്ളത്? ലോകത്തിന് സമാധാനമല്ലേ ഏറ്റവും വലുത്, ശാന്തിയല്ലേ ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സഹായം എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സപ്താഹം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് കേട്ടോ. 7 ദിവസം പോയിരുന്ന് കേൾക്കാം, ഉച്ചയ്ക്ക് ചാപ്പാടും ഉണ്ട്, കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുക, കുറച്ച് നേരമൊക്കെ ഉറങ്ങാം, ഇനി ഉണർന്നു വെച്ചാൽ പ്രഭാഷണം കേൾക്കാം. എന്തായാലും ലാഭമാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ ഏറ്റവും വലിയ കാര്യം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ 2 പേർക്കും സന്മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ സമയത്താണ് ചോദ്യം വരുന്നത്, അതെങ്ങനെയാണ് ഉപദേശിക്കുക? ബ്രഹ്മത്തെ പറ്റി പറയാൻ പറ്റുമോ? അങ്ങനെയാ പലവട്ടം പറഞ്ഞത്. ബ്രഹ്മത്തെ പറ്റി പറയാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മൂക്ക് കൊണ്ട് വാസനിക്കാൻ പറ്റില്ല, നാവ് കൊണ്ട് പറയാൻ പറ്റില്ല. ബ്രഹ്മത്തെ പറ്റി പറയാൻ പറ്റില്ല എന്നും പറയാം. 7 ദിവസം പ്രസംഗിക്കണമുണ്ട്, ആചാര്യന്മാർ മാറി മാറി പ്രസംഗിക്കുന്നുണ്ട്. ആരെ പറ്റി? ബ്രഹ്മത്തെ പറ്റി. എന്നിട്ട് പറയണത് എന്താ? പറയാൻ പറ്റില്ല എന്ന്. എന്നാൽ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കുക. ഒന്നെങ്കിൽ പറ്റുമെന്ന് പറയാം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. ഇതെന്താ ചെയ്യണത്? അതാണ് ചോദ്യം. അപ്പോൾ വേദമൊക്കെ എന്താ ചെയ്യണത്? ഈ ഭാഗവതമൊക്കെ ഇപ്പോൾ എന്താ ചെയ്യണത്? പിന്നെ ഭഗവാനെ പറ്റി പറയല്ലേ? പരീക്ഷത്തെ പറയല്ലേ ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല, പറയാതെ പറയുക. എന്താ ചെയ്യണത്? നമ്മളെയൊക്കെ പറയാൻ പറ്റും ഇല്ലേ? ഇന്ന ആളെപ്പോലെ ഒരാളെ, നമ്മൾ കാണാത്ത ആളെപ്പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? സ്റ്റേഷനിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട്, പോലീസ് സ്റ്റേഷനല്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്കൊരാളെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. നമുക്ക് അയാളെ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാനുള്ള വഴിയുണ്ട് ഇല്ലേ? ഇന്ന ആളെപ്പോലെ എന്ന് പറഞ്ഞാൽ പോരെ? ഇല്ലേ? ഗോപാലേട്ടനെ കണ്ടില്ലേ? അതുപോലെ തന്നെ. പിന്നെ അത്രയ്ക്ക് കഷണ്ടില്ല, നമ്മൾ മനസ്സിൽ കണ്ടില്ലേ? കുറച്ചുകൂടി വെളുത്തിട്ടാ, കണ്ണട വെച്ചും കൊണ്ടാ കിട്ടി. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയ ആളെ കാണാണ്ടിരിക്കുമോ? അത് വെച്ച് നമുക്ക് കണക്കാക്കാം. അപ്പം ഇന്ന് വരെ കാണാത്ത ആളെപ്പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ പറഞ്ഞിട്ട് കണ്ടെത്താൻ പറ്റും. ഭഗവാനെ അങ്ങനെ പറയാൻ പറ്റില്ല. ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? തൊട്ട് കാണിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പറ്റില്ലേ? ഞാൻ എന്താ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. വെളുത്തിട്ട്, കറുത്തിട്ട്, നീണ്ടിട്ട്, മെലിഞ്ഞിട്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഭഗവാനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? കൃഷ്ണനെ മെലിഞ്ഞിട്ടാ ആര് പറഞ്ഞു? തടിച്ച കൃഷ്ണനെ കാണിച്ചു തരണോ? അങ്ങനത്തെ ഫോട്ടോയും ഉണ്ട്. നീല നിറ ആര് പറഞ്ഞു? ഓരോന്ന് നോക്കും, ഒന്ന് മഞ്ഞ, ഒന്ന് വെള്ളം, ഒന്ന് നീല, ഒന്ന് ചുവപ്പ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതാ പറയണത്. പറയാൻ പറ്റില്ല പറഞ്ഞാൽ പറയാണ്ട് പറയുക ചെയ്യണത് പുരാണങ്ങളൊക്കെ. ഇന്നതൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. നമ്മളും ലൗകികമായിട്ടുള്ള പല വിഷയങ്ങളും അങ്ങനെ പറയാറുണ്ട്, പറയാറുണ്ട്. നമ്മളത് ശീലിച്ചതുകൊണ്ട് നമുക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നാത്തതാണ്. വീട് എവിടെയാണ് ചോദിച്ചാൽ കോഴിക്കോട് എവിടെയാണ്? ടൗണിൽ തന്നെ. എവിടെ? ടൗണിൽ വീട് വയ്ക്കാൻ പറ്റും. ചില ബസ് സ്റ്റാൻഡിൽ തന്നെ എന്നൊക്കെ പറയും. വീട് എവിടെയാണ്? ബസ് സ്റ്റാൻഡിൽ എങ്ങനെയാണ് വീടുണ്ടാവുക? ചിലർ മെയിൻ റോഡിൽ നിന്ന് പറയുന്നവരുണ്ട് ഇല്ലേ? ആ മെയിൻ റോഡിൽ തന്നെ, മെയിൻ റോഡിൽ വീടുണ്ടാവില്ലേ? വണ്ടിക്ക് പോകണ്ടേ? റോഡ് മേലെ വീട് വയ്ക്കാൻ വയ്യല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ വെച്ചാൽ ആ റോഡിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടെന്ന് കാണിക്കാനാണ്. റോഡിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ആണ് വീട്, ഈ സൗകര്യം കാണിക്കാനാണ്. ഇതുപോലെയൊക്കെ പറയാനേ പറ്റുള്ളൂ. അത് നമ്മൾ ധരിച്ച് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? ആ പറഞ്ഞത് റോഡിൽ വീട് എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് അയാൾ ഉദ്ദേശം അതല്ല, റോഡിൻ്റെ അടുത്ത് അല്ലേ? അതല്ല അർത്ഥം. 5:30 പേപ്പർ വരും ഇങ്ങനെയൊക്കെ പറയണവരുണ്ട് ഇല്ലേ? വീട്ടിലെപ്പോഴാണ് പേപ്പർ വരിക? 5:30 ആകുമ്പോൾ പേപ്പർ വരും. ആര് വരും? പേപ്പർ ഒറ്റയ്ക്ക് വരുമോ? തെറ്റാണ്, ആ വാചകം തെറ്റാ, അങ്ങനെ പറയാൻ പാടില്ല. പേപ്പർ ഒറ്റയ്ക്ക് പറന്ന് വരില്ലാണോ? 5:30 ആകുമ്പോൾ പേപ്പർ അങ്ങനെ വരില്ല. അത് നമുക്ക് തെറ്റായിട്ട് തോന്നാത്തത് എന്താ ചോദിച്ചാൽ ശീലം കൊണ്ടാണ്. നമ്മൾ പത്രം വരും, 5:30 പത്രം വരും, മറ്റേ 6 മണിക്ക് പാൽക്കാരൻ വരും എന്നൊക്കെ പറഞ്ഞ് പാൽക്കാരൻ വരും എന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, അത് ആൾ കൊണ്ടുവരികയാണ്. പത്രവും ഒരാൾ കൊണ്ടുവരുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് അതെന്താ ചോദിച്ചാൽ ശീലം കൊണ്ടാണ്. ഇതുപോലെ ഭാഗവതം കേട്ടാൽ മനസ്സിലാക്കാൻ എന്ത് വേണം? ഒരു ശീലമില്ലെങ്കിൽ കേട്ടാൽ തെറ്റിദ്ധരിക്കും. എങ്ങനെയാണ് വരാഹായിട്ട് വിഷ്ണു ഭഗവാൻ വന്നത്? അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഭൂമിയെങ്കിൽ ഭൂമിയിലല്ലേ വെള്ളം, പിന്നെ എങ്ങനെയാണ് ഭൂമി വെള്ളത്തിലേക്ക് അണ്ടുപോയെന്നൊക്കെ ചോദ്യം വരും. ശീലമില്ലെങ്കിൽ. ശീലം ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അഹങ്കാരം ഇല്ലാണ്ടിയാക്കാനാണ് ഈ ഗ്രന്ഥം എന്നറിഞ്ഞാൽ പിന്നെ ചോദ്യമൊന്നുമില്ല. ആമി മൊയിലും പന്തയം വെച്ച കഥ കേട്ടാൽ നമ്മൾ ചോദിക്കാറുണ്ടോ? എവിടെ നിന്ന് നടന്നു ചോദിക്കുമോ? പെരുമണ്ണേന്നോ പൂവാട്ടുപറമ്പെന്നോ? ഒന്നും ചോദിക്കില്ല. ആ പറയുന്ന താല്പര്യം എന്താ വെച്ചാൽ വല്ലാണ്ട് അഹങ്കരിക്കേണ്ട, അഹങ്കാരം ആപത്ത് എന്നുള്ളതാണ് ആ കഥയുടെ താല്പര്യം. അത് മനസ്സിലാക്കുക. ഇതുപോലെ ഓരോ പുരാണങ്ങളും എന്തിനു ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, നമ്മളെ ശുദ്ധാക്കുക. അപ്പോൾ വാച്യാർത്ഥത്തെ തള്ളിക്കളഞ്ഞ് ലക്ഷ്യാർത്ഥം എടുക്കേണ്ടി വരും. പറഞ്ഞത് മാത്രം കണ്ട് ഭ്രമിക്കരുത്, ഉദ്ദേശം എന്താ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ പറയണ പല ആചാര്യന്മാർ പലതും ഒന്ന് പറയുന്നുണ്ടാവും. ചിലപ്പം വാച്യാർത്ഥം നോക്കിയാൽ 2 പേര് പറയുന്നത് വ്യത്യാസം കൂടി ഉണ്ടാവും ചിലപ്പം. പക്ഷെ മനസ്സിലായിക്കോളും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഹൃദയശുദ്ധി. ഇതല്ലാണ്ട് വേറെ ഉദ്ദേശമില്ല. ശൈലി വ്യത്യാസം ഉണ്ടാവില്ലേ?
ഓരോ ആചാര്യന്മാരും ഓരോ ശൈലിയായിരിക്കും. പക്ഷെ എല്ലാവരുടെയും ഉദ്ദേശം എന്താ? ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കണം. അമ്മ കുട്ടിയോട് പറഞ്ഞു, നെല്ലുണക്കാൻ വെച്ചിട്ട് ഞാൻ ഒന്ന് കുളിച്ച് വരാം, നീ ഇത് കാക്ക കൊത്താണ്ട് നോക്കണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാക്ക കൊത്താണ്ട് നോക്കണം. അമ്മ കുളി കഴിഞ്ഞ് കയറി വരുമ്പം എന്താ അവസ്ഥ വെച്ചാൽ അവിടെ നെല്ലൊന്നുമില്ല. കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടിയോട് ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കാക്ക കൊത്താണ്ട നോക്കണം? കുട്ടി പറഞ്ഞു, ഞാൻ നോക്കിയതാ, കാക്കയല്ല കൊത്തിയത്, പിന്നെയോ കോഴിയാ. നല്ല കുട്ടി അല്ലേ? എന്താ അഭിപ്രായം? ആ കുട്ടിയെ പറ്റി എന്താ അഭിപ്രായം? എന്തൊരു കുട്ടി! ഈ കുട്ടി ആ വാച്യാർത്ഥം എടുത്തതാണ്. താല്പര്യം മനസ്സിലായില്ലേ? കാക്ക കൊത്താണ്ട നോക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ അമ്മ ഉദ്ദേശിച്ചത് എന്താ? കോഴി കൊത്തിക്കോട്ടെന്നോ? അല്ല, അമ്മ ഉദ്ദേശിച്ചത് നെല്ല് സംരക്ഷിക്കണം എന്നാ. പിന്നെ ആ ഭാഷ പറഞ്ഞില്ല. എന്ത്? നെല്ല് സംരക്ഷിക്കണം എന്നൊന്നും പറഞ്ഞില്ല. കുട്ടിയല്ലേ, കാക്ക കൊത്താണ്ട് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കില്ലാണ്ട് പോയി? കുട്ടിക്ക് ഇല്ലാണ്ട് പോയി. അങ്ങനെയുള്ള കഴിവ് നമുക്ക് ഇല്ലാണ്ട് പോവാണ്ടിരിക്കാനാണ് മാഹാത്മ്യം എന്ന് പറഞ്ഞ ചടങ്ങ് ഭാഗവതത്തിൽ. എങ്ങനെ വേണം ഭാഗവതം കേൾക്കുകയെന്ന് പഠിപ്പിക്കുക. അതറിയാണ്ട് പഠിച്ച ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഉദ്ദേശമെല്ലാം മനസ്സിലാക്കുക. ഈ ശ്രുതിഗീതയിൽ തന്നെ അങ്ങനെ കാണാം. ജയ ജയ ജഹ്യജാമജിത ദോഷഗൃഭീത ഗുണ, ഇങ്ങനെ തുടങ്ങണത് തന്നെ. ജയ ജയ ജഹി അജാം, അജാം ജഹി. എന്താ അപ്പം അതിൻ്റെ അർത്ഥം? അതിൻ്റെ വാച്യാർത്ഥം നോക്കിയാൽ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അജ എന്ന് പറഞ്ഞാൽ ആട് എന്ന് അർത്ഥമുണ്ട്. എന്താണ് എന്ന് പറഞ്ഞു നോക്കൂ. അജ പറഞ്ഞാൽ, അജഹ എന്ന് പറഞ്ഞാൽ ആണാട്, അജ എന്ന് പറഞ്ഞാൽ പെണ്ണാട്. അപ്പം അജ എന്ന് പറഞ്ഞാൽ ആട് എന്ന് അർത്ഥമുണ്ട്. അജാം എന്ന് പറഞ്ഞാൽ ആടിനെ, ജഹി എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് അർത്ഥമുണ്ട്. അപ്പം ഭാഗവത്തിൽ എന്ത് പറഞ്ഞു? ഭാഗവത്തിലെ ശ്രുതിഗീതയിൽ എന്ത് പറഞ്ഞു? ആടിനെ കൊല്ലൂ എന്നാര് പറഞ്ഞു? വിശ്വസിക്കുകയോ? എന്താ വിശ്വസിക്കാത്തോ? ഈ അധ്യായം മാത്രമായിട്ട് ഇപ്പം വന്നിരുന്ന് കേൾക്കുന്ന ആൾ വിശ്വസിക്കും കേട്ടോ. അയാൾക്കിത് മോഹം ഉണ്ടെങ്കിൽ ഉറപ്പായി വിശ്വസിക്കും. നന്നായി, ഏതായാലും ഭാഗവത്ത് പറയുന്നുണ്ടല്ലോ, പറ്റിച്ചാൽ കിട്ടിപ്പോയി, ഭാഗവത്തിലുണ്ടേ എന്ന് പറഞ്ഞവരത് ചെയ്യും. നേരെ മറിച്ച് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഈ ഭാഗവതം കേട്ടൊരു വ്യക്തി ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും അതല്ല അവിടെ പറഞ്ഞത്. ഒരിക്കലും ഭാഗവത്തിൽ എന്ത് പറയില്ല, ഇത്രയും നേരം എങ്ങനെ പറഞ്ഞു, അവിടെ എത്തുമ്പം ആടിനെ കൊല്ലുമൊന്നും ഭാഗവത്തിൽ പറയില്ല. അപ്പം അതല്ല അതിൻ്റെ അർത്ഥം. അപ്പം ലക്ഷ്യാർത്ഥം എന്താ നിൽക്കുകയാണ്. അപ്പം മനസ്സിലാക്കാം, അജ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത് എന്ന് പറഞ്ഞാൽ മായ, എന്താണ്? അജ്ഞാനം എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? എന്താ അർത്ഥം എന്ന് പറഞ്ഞു നോക്കൂ. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടോ പറഞ്ഞു നോക്കൂ പറയണത്. ചേട്ടൻ മുന്നേ ചെയ്യാൻ എന്താ പറയില്ല. കാരണം കഴുത് ഉറക്കാണ്ട് നോക്കുക, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി ഉറങ്ങിച്ചാൽ വിഷമമൊന്നുമില്ലാനും, കാരണം മക്കൾ വേച്ച് ഉറക്കാൻ പറ്റണില്ല. അപ്പോഴാണ് രാജാവിന് എളുപ്പം അമ്മമാരെ ഉറക്കാൻ പറ്റുക പറഞ്ഞ വലിയ കാര്യമല്ലേ. അപ്പോഴും പുണ്യം ഇറക്കാം, അപ്പോഴും പുണ്യം, എന്തായാലും പുണ്യം നമുക്ക് തന്നെ. അപ്പം അജ എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അജ്ഞാനത്തെ ജഹി എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടിയാക്കൂ. എന്താണ്? അതാ പറഞ്ഞത്. ഭാഗവതം കേട്ടിട്ട് എന്ത് ചെയ്യൂ? ആടിനെ കൊല്ലുന്നല്ല, ഭാഗവതം കേട്ടിട്ട് അജ്ഞാനത്തെ അവിടെ ചേരുന്നുണ്ടല്ലേ, അർത്ഥം ചേരണല്ലേ, അതാണ് അർത്ഥം. ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും? ആടിനെ കൊല്ലാൻ പോവില്ലേ? ചോദിച്ചാൽ എന്ത് പറയും? ഭാഗവതം പറഞ്ഞല്ലേ 87-ാമത്തെ അധ്യായത്തിൽ അജാം ജഹി എന്ന് പറഞ്ഞിട്ടില്ലേ ചോദിക്കും. അപ്പം അങ്ങനെയുള്ള അബദ്ധം പറ്റരുതെന്ന് അർത്ഥം. അസ്മൃത കണ്ഠമണി, നമുക്കൊന്നും കിട്ടേണ്ടതായിട്ടില്ല. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്. നമ്മളൊക്കെ ആരാണ്? ആരാ? ഒന്ന് ചിരിക്കുമോ? അങ്ങനെ ഇരിക്കേണ്ടവരാണ് നമ്മളെപ്പോഴും. എപ്പോഴും അങ്ങനെ ചെറുതായിട്ട്, വലിയ ചിരി വേണമെന്നല്ല, അധികമായ വയ്യ, എന്നാൽ കുറഞ്ഞാലും വയ്യ, ഒരു പാകത്തിന് അങ്ങനെ ഒരു ചെറിയൊരു പുഞ്ചിരി, ഇങ്ങനെ ആനന്ദമായിട്ട് ഇരിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ചിരിക്കാൻ മറന്നു പോകണു, വിഷമം ഉണ്ടാവണു. ഏത് വിഷമത്തിലൊന്നും ചിരിച്ചാൽ മതി. എപ്പോഴും ഒന്നും ചെറിയ പുഞ്ചിരി വെച്ച് നോക്കൂ, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒക്കെ ഉണ്ട്, എന്നിട്ട് ചിരിക്കില്ല അല്ലേ? എന്താ വിഷമമുണ്ടോ? വയ്യായ ഒന്നുമില്ല, മക്കളെ കാര്യമൊക്കെ നന്നായി പോകണം, പെൻഷൻ നല്ലോണം ഉണ്ട്, അത് ചിരിച്ചൂടെ? അതില്ല, വേണ്ട. കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്. പക്ഷേ അത് മറന്നുപോയി. ഏതുപോലെ ഇവിടെ ഉദാഹരണം പറയുകയാണ്, അസ്മൃത കണ്ഠമണി, കഴുത്തിൽ കെട്ടിയ മാല മറന്നു പോണത് പോലെ. നെക്ലേസ് കെട്ടുന്നവർക്കൊക്കെ ഈ സൂക്കടുണ്ട്, ഇടയ്ക്ക് മറന്നു പോകും. കഴുത്തിൽ ഇതുണ്ടോ ഇല്ലേ സംശയം വരും ഇല്ലേ? നെക്ലേസ് ആണെങ്കിൽ ചില അമ്മമാരൊക്കെ ഗുരുവായൂരൊക്കെ തൊഴാൻ നിൽക്കുമ്പോൾ കാണാം, നെക്ലേസൊക്കെ കഴുത്ത് കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വരിക്ക് നിൽക്കുമ്പോഴും പെട്ടെന്ന് അനൗൺസ്മെൻറ്റ്, കഴുത്തിൽ പണ്ടം കെട്ടിയവരുടെ ശ്രദ്ധയ്ക്ക് ഇവർ ഉണ്ട് കേട്ടോ, ഉണ്ട്. ഒരു നിമിഷം അവരെന്തിപ്പം ഈ ഡാൻസ് കളിച്ചു, ഒരു നിമിഷം എന്തോന്നുണ്ടായി അവിടെ, അത് പോയി എന്ന് വിചാരിച്ചു, തൊട്ടപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കി, ഇത്രയേ ഉള്ളൂ. പോയി എന്ന് വിചാരിച്ചപ്പം പോയി, ഉണ്ടെന്ന് പറഞ്ഞപ്പം ഉണ്ടായതല്ല, അവിടെ ഉണ്ട്, ഉള്ളതാണ്. ഈശ്വരനെ കിട്ടേണ്ട വിഷയമൊന്നുമല്ല. നമ്മളൊക്കെ ഇപ്പോൾ ആരാ? മുക്തന്മാരാണ്. നമ്മളാരാ?
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്, പക്ഷേ എന്തോ നമ്മളെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല എന്നേ ഉള്ളൂ. അത് നമ്മുടെ കുഴപ്പമാണ്, അത് മാറ്റിയാൽ മതി. ഈ കഴുത്തലുള്ള നെക്ലേസ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ സമ്പന്നരായി, അറിഞ്ഞാൽ മതി. നമ്മൾ മറന്നുപോയി, ഇല്ല വിചാരിക്കുകയാണ്. ആ സത്യം ബോധിപ്പിക്കുകയാണ് പുരാണങ്ങളും ഉപനിഷത്തും ചെയ്യണത്. പുതുതായിട്ടൊന്നും കൊണ്ടുവരില്ല. കണ്ണട വെച്ചിട്ട് കണ്ണട തപ്പുക, എന്ത് ചെയ്യാൻ പറ്റും? എന്താണ്? കണ്ണട വെച്ചിട്ടുണ്ട് കണ്ണിൽ, എന്നിട്ട് തപ്പണത് എന്താ? കണ്ണടയാ. മേശ തുറന്നു നോക്കി കാണുന്നില്ല, അലമാരി തുറന്നു കാണുന്നില്ല. പേരക്കുട്ടി ഓടി നടക്കുന്നുണ്ട്, രണ്ടാട്ടി അതിനും കൊടുത്തു, നീയാ എടുത്തിട്ടുണ്ടാവും, എനിക്കറിയാം. അത് വെറുതെടുന്നില്ല, അതാലോചിക്കണ്ടേ, എന്തിനീ മുത്തശ്ശി എന്നെ തല്ലിയത്? ഇങ്ങനെ എല്ലാവരുടെയും മേക്കെട്ട് കയറുക, കണ്ണട കാണുന്നില്ല പറഞ്ഞിട്ട്. കണ്ണട എവിടെ ഉണ്ട്? കണ്ണടയിലൂടെയാണ് ഈ കണ്ണട അന്വേഷിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈശ്വരനിലൂടെ ഈശ്വരനെ അന്വേഷിക്കുക. ആരെയും അന്വേഷിക്കണത്? ഈശ്വരനെ. എവിടെ കാണും? ഈ അന്വേഷിക്കാനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടി? ഈശ്വരനിൽ നിന്ന്. എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്? അന്വേഷിക്കുന്ന എന്നിലിരിക്കുകയാണ് ഈശ്വരൻ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പുറമെ അന്വേഷിക്കുക. ഈ കാണുന്ന വസ്തുക്കൾ കാണുന്നത് പോലെ ഭഗവാനെ കാണുന്ന വിചാരിച്ചാൽ നടക്കും തോന്നുന്നുണ്ടോ? ഉണ്ടോ? വിചാരമാകുന്ന കണ്ണുകൊണ്ട് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. വൈദ്യുതി കാണുന്നുണ്ടോ? നമ്മൾ ഊഹിച്ചറിയാം. ഫാന് കറങ്ങുമ്പം കറണ്ട് ഉണ്ട്, ബൾബ് കത്തുമ്പം കറണ്ട് ഉണ്ട്, മൈക്ക് ശബ്ദം കേൾപ്പിക്കുമ്പം കറണ്ട് ഉണ്ട്. കറണ്ട് കണ്ടുവോ? കറണ്ടിൻ്റെ സ്വഭാവം ഓരോന്നിലോരോന്നല്ലേ? അതെ, നമ്മളൊക്കെ ഓരോന്ന് സ്വഭാവമല്ലേ? എല്ലാവർക്കും ഒരേ സ്വഭാവം. ചിലരൊക്കെ സ്വഭാവം കണ്ട ഭഗവാൻ തന്നെയാണോ അതിൻ്റെ ഉള്ളിൽ? സംശയം തോന്നില്ലേ? അത് ഭഗവാന്റെ കുഴപ്പമല്ല, അത് ഉപാധിയുടെ പ്രശ്നമാണ്. ഉപാധിയുടെ ഭേദത്തിനനുസരിച്ച് മാറും. മൈക്കിലാവുമ്പോൾ ശബ്ദം കൂടി കേൾപ്പിക്കുക ചെയ്യുക, ഫാനിലാവുമ്പോൾ കറങ്ങുക ചെയ്യുക, ബൾബിലാവുമ്പോൾ കത്തുക ചെയ്യുക. ആ കത്തുന്നത് ഫാനിലായാലോ? ഫാന് കത്തിയാൽ വയ്യ. ഓരോന്നിലും ഓരോ ശൈലിയാണ്. ജന്തുക്കളിൽ, മൃഗങ്ങളിൽ, സസ്യങ്ങളിൽ, മനുഷ്യരിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ആ കണ്ണട കാണാതെ നമ്മൾ ദുഃഖിക്കുന്നു. അവസാനം തോന്നി ഇനിയിപ്പം അടുത്ത വീട്ടിൽ പരദൂഷണം പറയാനാ മതിലിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴേ ചിലപ്പം മതിലിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ വീടിന് ചുറ്റും ഓടി നടക്കുമ്പം അടുത്ത വീട്ടിലെ വല്യമ്മ ചോദിച്ചു, എന്താ അന്വേഷിക്കണമെന്ന്. അപ്പം പറഞ്ഞു, എൻ്റെ കണ്ണട കാണാനില്ല. അപ്പം ആ വല്യമ്മ ചോദിച്ചു, മൂക്കത്ത് എന്താ? അപ്പോഴാണ് ശരിയാ, നീ എന്ത് പറയും? ആ പറഞ്ഞെന്ന അമ്മയെ നമുക്കെന്ത് വിളിക്കാം? തസ്മൈ ശ്രീ ഗുരവേ നമ. അയാളാണ് ഗുരുനാഥൻ, അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കുന്നവൻ. ജ്ഞാനത്തെ ഉണ്ടാക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, തെറ്റാ. പിന്നെ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കുന്നവൻ എന്നുള്ളതാണ് ശരി. ജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? അറിവ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അറിവുണ്ടാക്കിയാൽ അറിവ് നഷ്ടപ്പെടും. അജ്ഞാനത്തെ ഇല്ലാണ്ടിയാക്കുക വേണ്ടു. ക്ലാവ് പിടിച്ച ഈ ഓടിൻ്റെ പാത്രമൊക്കെ എന്തേ വേണ്ടു? നമ്മൾ ആ ക്ലാവ് മാറ്റിയാൽ പോരെ? തിളക്കവിടെ ഉണ്ട്, പിന്നെ ചളി വന്ന് കിടക്കണോണ്ടാ. അതൊന്ന് വരച്ച് മാറ്റിക്കഴിഞ്ഞാൽ തിളങ്ങും. തിളക്കുണ്ടാക്കേണ്ട കാര്യമില്ല, അഴുക്ക് മാറ്റിയാൽ മതി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ. അതാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞ താല്പര്യം. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നർത്ഥം, രു എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടിയാക്കുക. ഇരുട്ട് ഇല്ലാണ്ടിയാക്കുന്നവനാണ് ആര്? ഒരു വെളിച്ചുണ്ടാക്കുന്നവനല്ല. വെളിച്ചവിടെ ഉണ്ടേ, വെളിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ണടച്ചിരിക്കുക, എന്നിട്ടോ ഇരുട്ടാ പറയാണ്. ഗുരുനാഥൻ എന്ത് ചെയ്യുന്നു? ഒന്ന് കണ്ണ് തുറക്കടോ, ഒന്ന് കണ്ണ് തുറക്കടോ എന്ന് പറഞ്ഞ് തുറന്ന് വിടണു, അത്രയേ ഉള്ളൂ. അടുത്ത വീട്ടിലെ അമ്മ കണ്ണട വാങ്ങിക്കൊടുത്തോ? കൊടുത്തോ? കണ്ണട പോയിന്ന് പരാതി പറഞ്ഞപ്പോൾ എന്തേ ചെയ്തു? എവിടെ പോയി? കോൺട്രസ്റ്റ് പോയോ? വാസൻ എവിടെയും പോയി? എവിടെയും പോയില്ല. കണ്ണട ഉണ്ടിട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും അത്രയേ ഉള്ളൂ. താല്പര്യം അത്രയേ ഉള്ളൂ, ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഗുരുനാഥനൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, ഉണ്ടാക്കി കൊടുക്കാനൊന്നും അവർക്ക് പറ്റില്ല. അവർ പറയും ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇതിലും വലിയ പ്രശ്നം പലർക്കും ഉണ്ട്, അവരാരും ദുഃഖിച്ചിട്ടില്ല. നത്വം ശോചിതും അർഹസി. അർജുന, നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല അർജുന, ഞാൻ കണ്ടില്ലേ ഒരു പ്രശ്നമില്ലാണ്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ. ദുഃഖിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ദുഃഖിക്കണമെന്നില്ല, വരണതൊക്കെ വരും. ദുഃഖിച്ച് അതും കൂടി ആയി എന്നല്ലാതെ. അതുകൊണ്ട് ഞാൻ ആനന്ദ സ്വരൂപിയാണ് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് അടുത്ത വീട്ടിൽ അമ്മ ഉണ്ടാക്കി കൊടുത്തപ്പം ഈ അമ്മയ്ക്ക് ബോധ്യമായില്ലേ? അല്ലേ? കണ്ണട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായില്ലേ? ഈ 7 ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗുരുവായൂരപ്പൻ കൂടെ തന്നെ ഉണ്ട്. ഓ പോയി വിചാരിച്ചു, കേട്ടപ്പോൾ അത്രയേ ഉള്ളൂ. പോയിട്ടില്ല, ഒപ്പുണ്ടെന്ന് ബോധിപ്പിക്കാനാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ. ഒപ്പുണ്ടെന്നല്ല, നമ്മൾ തന്നെയാണ്. എന്താണ്? ഞാൻ തന്നെ. അതറിയണം. പിന്നെ മോക്ഷം കിട്ടിയെന്ന് പറയുന്നത് എന്താ? അതെന്താ വെച്ചാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ അമ്മയോട് ചോദിച്ചു നോക്കൂ, നേരത്തെ കണ്ണട കാണാണ്ട് നടക്കണില്ലായിരുന്നോ, ഇപ്പം എന്തായി? ഇപ്പം കിട്ടി. എന്ത് കിട്ടി? കണ്ണട കിട്ടിയോ? പോയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. പക്ഷെ നേരത്തെ പോയി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്ത് പറയണം? ഭാഷയിൽ കിട്ടിയെന്ന് പ്രയോഗിക്കേണ്ടി വരും, അങ്ങനെ പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ.
ഇതുപോലെ മോക്ഷം കിട്ടി എന്നൊക്കെ പറയാറുണ്ട്. അത് കിട്ടേണ്ട വിഷയമല്ല, നമ്മളൊക്കെ മുക്തരാണ്. പക്ഷെ അത് അറിയാൻ സാധിക്കുന്നില്ല, അജ്ഞാനം കൊണ്ട്, വേണ്ടത്ര വെളിച്ചമില്ലാത്തത് കൊണ്ട്. വെളിച്ചമുണ്ട്, പക്ഷേ അതിൻ്റെ പുറമെയുള്ള അന്ധക്കരണത്തിന് ശുദ്ധി ഇല്ലാത്തത് കൊണ്ട്. ഉള്ളിൽ വെളിച്ചമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുഴലിൻ്റെ മുകളിൽ പുക ഉണ്ടെങ്കിൽ പുറമേക്ക് പ്രകടമാവുമോ? ഉണ്ടോ? ഇപ്പോൾ ഓരോ ആൾക്കാരെ നോക്കി നോക്കൂ, ചിലരുള്ള ചൈതന്യം പ്രകടമാവണമെങ്കിൽ ഈശ്വരൻ അതിലൊരുപോലെ തന്നെയാണ്. പക്ഷെ അവരുടെ മനസ്സെന്താണ്? മനസ്സ് ശുദ്ധമാണ്, അവരുടെ പുകക്കുഴലിൽ പുകയില്ല. പണ്ട് വലിയമ്മമാരൊക്കെ അമ്മമാരൊക്കെ വൈകുന്നേരം എന്ത് ചെയ്യും? ഉച്ച കഴിഞ്ഞാൽ അങ്ങോട്ട് തുടയ്ക്കാൻ തുടങ്ങും. കറണ്ടില്ലാത്ത കാലത്തെ പുക മാറ്റണം, ആ ചടിയൊക്കെ മാറ്റണം. എന്നാൽ പിന്നെ വൈകുന്നേരം കത്തിക്കുമ്പം നല്ല തെളിച്ചുണ്ടാവും. ഉള്ളിൽ വെളിച്ചുണ്ടെങ്കിലും പുറമേക്ക് പ്രകടമാവണമെങ്കിൽ അന്ധക്കരണം ശുദ്ധമാവണം. നമ്മളിപ്പോൾ ചെയ്യണത് എന്താ? വെളിച്ചുണ്ടാക്കല്ല. 7 ദിവസം ഭാഗവതം കൊണ്ട് ചെയ്യണത് എന്താ ചോദിച്ചാൽ അന്ധക്കരണം അല്ലെങ്കിൽ മനസ്സെന്ത് ചെയ്യുന്നു? ശുദ്ധമാക്കുന്നു, കഴുകുകയാണ്. ഭഗവാന്റെ നാമമാകുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെ 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 കഴുകി നാളെ ആ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് അങ്ങനെ ആ അന്ധക്കരണത്തെ ശുദ്ധാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ബോധ്യമാവാത്തത് അജ്ഞാനം കൊണ്ടാണ്. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതാണ് ദശമന്യായം. കഥ പറയും. 10 കുട്ടികൾ അവർ കുളിക്കാൻ പോയി. ഗുരുനാഥൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ 10 പേരുണ്ട്, ശ്രദ്ധിക്കണട്ടോ, ഒഴുക്കുള്ള നദിയാണ്. അവർ കുളി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഒഴുക്കുണ്ടെന്നുള്ള കാര്യം. അവരെണ്ണി നോക്കി, 10 പേര് എണ്ണി, 9 പേരേ ഉള്ളൂ. 10 പേര് എണ്ണി, പക്ഷെ എത്ര പേരേ ഉള്ളൂ? അതെന്താ? ലേശം കുറവാണ്. ഇപ്പം 10 പേർക്കും ലേശം കുറവാണ്. അവരെങ്ങനെ എണ്ണിയപ്പം തന്നെ എണ്ണണില്ല. നമ്മളുടെയൊക്കെ കുഴപ്പമത്. നമ്മളെ എണ്ണില്ലല്ലോ. നമ്മൾ മറ്റുള്ളവരല്ലേ എണ്ണാൻ നിൽക്കുന്നത്. അവനവൻ്റെ കാര്യം നോക്കണമില്ല, അന്വേഷിക്കണമില്ല. നമ്മളിങ്ങനെ താരതമ്യം ചെയ്ത് അനുകരിച്ച് എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യുക എന്നല്ലാതെ തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗുരുനാഥനോട് എന്ത് പറയും? അദ്ദേഹം പ്രത്യേകം പറഞ്ഞതാണ്, ഒഴുക്കുള്ള നദിയാണ്, ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ എന്ത് പറയുന്ന ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തൊരു കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ അവിടേക്ക് കുളിക്കാൻ വന്നു. ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ അടുത്ത് പോയി ചോദിച്ചു, എന്താ കാര്യം എന്ന്. അപ്പോൾ അവർ കാര്യം പറഞ്ഞു, ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ 10 പേരുണ്ടായിരുന്നു, കുളി കഴിഞ്ഞപ്പം 9 പേരേ ഉള്ളൂ. അദ്ദേഹം നല്ലോണം നോക്കി, 5 5 10 അവിടെ ഉണ്ട്. കുറച്ച് മിണ്ടിയപ്പോൾ മനസ്സിലായി, ഇതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇപ്പോൾ ഇവർക്കത് ബോധിപ്പിക്കുക? എന്ത് 10ാമൻ ഇവരാണെന്നുള്ള കാര്യം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? ഈ ബുദ്ധിമുട്ടാണ് ആചാര്യന്മാരും അനുഭവിക്കുന്നത്. ഗുരുനാഥന്മാരുടെ പ്രയാസതാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന, നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ഇവരെ എങ്ങനെ ഇത് ബോധിപ്പിക്കും? എങ്ങനെ ഇപ്പോൾ ആ 10 കുട്ടികൾക്ക് മരിച്ചു പോയിട്ടില്ല, അയാൾ മുങ്ങിപ്പോയിട്ടില്ല, ആരും നഷ്ടപ്പെട്ടിട്ടില്ല, എങ്ങനെ ബോധിപ്പിക്കും? കുറേ പറഞ്ഞു നോക്കി, അവർക്ക് മനസ്സിലാവുന്നില്ല. 10ാമൻ നിങ്ങളാണെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, ഞങ്ങൾ 10ാമനോ? അതെങ്ങനെയാണ്? 10ാമൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ, ഞങ്ങൾ എങ്ങനെ 10ാമനാവുക? ഗുരുനാഥൻ കുടുങ്ങി. എന്തു ചെയ്യും? അവസാനം അദ്ദേഹം പറഞ്ഞു, 10ാമൻ മുങ്ങിപ്പോയിട്ടില്ല. എന്താണ്? അപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് അവർ കണ്ണീരൊക്കെ തുടച്ചു. ജീവിച്ചിരിപ്പുണ്ട്, എവിടെയോ നീന്തിപ്പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോഴും അങ്ങനെ വിചാരിക്കണത്. ആകെ ദുഃഖിച്ചിരിക്കുന്ന ഒരു ജീവന് ഈശ്വരൻ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമില്ലേ? എന്താണ്? ഉണ്ടോ ഇല്ലേ ഇങ്ങനെ പല പ്രഭാഷണം കേൾക്കുമ്പം ഏതാ വിശ്വസിക്കുണ്ടോ സംശയവും. ഈശ്വരൻ ഇല്ല എന്ന് കുറച്ച് പേര്, ഈശ്വരൻ ഉണ്ടെന്ന് കുറച്ച് പേര്, അങ്ങനെ ഉണ്ടോ ഇപ്പം ഇല്ലേ? ഒരാൾ ഉറപ്പിച്ച് പറയും ഉണ്ട്. ഇതേപോലെയാണ് 10ാമൻ ജീവിച്ചിരിപ്പുണ്ട്, ആശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ വേറെ എവിടെയും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. 10ാമൻ നിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമാവുന്നില്ല. അതെങ്ങനെയാവും? പറയാം. ഒരുത്തനെ പിടിച്ച് മാറ്റി നിർത്തി. 1ാമൻ നീയാണ്, ഏകഹാത്വമസി, 1ാമൻ നീയാണ്. അയാൾക്ക് മനസ്സിലാവില്ല. നീ ഒന്ന് പറയോ? എന്താണ്? ഉറങ്ങിയിരിക്കാണ്ടേ ഒന്ന് പറയോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ 1 മാറ്റി നിർത്തി. 2ാമൻ നീയാണ്, 2, 3ാമൻ നീയാണ്. അങ്ങനെ വന്ന് എവിടെത്തി? 9ാമൻ നീയാണ്. അവനും പിടിച്ച് മാറ്റിയപ്പോൾ ആര് ബാക്കിയുണ്ട്? ഒരുത്തൻ ബാക്കിയില്ലേ? ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്ത് 10ാമൻ മുങ്ങിപ്പോയില്ലേ? മനസ്സിലായില്ലേ? ആ 10ാമൻ നീയാണെന്ന് പറഞ്ഞ അയാളുടെ തലയ്ക്കൊരു മേട്ടം കൊടുത്തു. എന്താണ് 10ാമൻ? എന്താണ്? ദശമഹത്വമസി, 10ാമൻ നീയാണ് എന്ന് പറഞ്ഞ സമയത്ത് അയാൾ ചോദിക്കുക, അപ്പം ഞാനാണോ നേരത്തെ മുങ്ങിപ്പോയത്? ഇതാണ് നമ്മുടെ കുഴപ്പം. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് എത്തിച്ച് അവസാനം എത്തിക്കുമ്പോഴേക്കും പിന്നെയും കാര്യം പിടികിട്ടാണ്ട് പോവുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് ഉപാസനയുടെ ബലം ഇല്ലാത്തത് കൊണ്ടാണ്. ഏത് ശാസ്ത്രമാണെങ്കിലും ശാന്തമായിട്ടിരുന്ന് ഏകാന്തത്തിൽ ഉപാസിച്ചാൽ മാത്രമേ ബോധ്യമാവുള്ളൂ. സപ്താഹം എന്ന് പറഞ്ഞാൽ പരസ്യമാണ്, ഒരു ട്രെയിലർ. അങ്ങനെയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ സുഖമായിട്ടിരിക്കുക, അങ്ങനെ ഒരു ഗ്രന്ഥം ഇട്ടോ നോക്കിക്കോളും നോക്കി. അല്ലാണ്ട് ഇപ്പോൾ പ്രഭാഷണത്തിൽ സാധിക്കില്ല. വളരെ കുറഞ്ഞ സമയം പ്രഭാഷണം ചെയ്യണുള്ളൂ. അതും കൂടുതലും പോകുകയാണ്. കാര്യം ഇനി കുറച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക?
ഒന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതുണ്ടാവുക. അത് വേണ്ട കരുതി കുറച്ചൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് വിട്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് എത്തിക്കല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, തുറന്നു നോക്കാം, വ്യാഖ്യാനമൊക്കെ ഉണ്ട്, വായിച്ചു നോക്കിയാൽ ഒരു വിഷമമില്ലാണ്ടിരിക്കാൻ പറ്റൂട്ടോ എന്ന് പറയണം. അതുകൊണ്ട് എന്ത് വേണം? കേവലം കേട്ടാൽ മാത്രം പോരാ, ഏകാന്തത്തിലിരുന്ന് വിചാരം ചെയ്യണം. മറ്റുള്ളവരെ നോക്കണ്ട, തൻ്റെ കാര്യം മാത്രം. ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടും വിചാരം ചെയ്യിപ്പിക്കും, അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞാനൊന്ന് വിചാരം ചെയ്യാതാണ്. അത്രയും മറ്റേ വേണ്ടാന്നല്ല കേട്ടോ, ശ്രമിച്ചു നോക്കാം, വേണ്ടാന്നല്ല. പക്ഷേ അവനവൻ്റെ കാര്യം നോക്കുക. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ കൊണ്ടും ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വാശി വേണ്ട. അവനവൻ്റെ കാര്യം എന്ന് വിചാരിച്ച് ശാന്തമായി ഉപാസിച്ചാൽ ഏതൊരു ജീവനത് ബോധ്യാവും. ഭഗവാനെ കിട്ടാനുള്ള അർഹത എന്താ? മനുഷ്യനാവുക എന്നുള്ളതാ, അല്ലേ? സംശയമുണ്ടോ? നമ്മളൊക്കെ പാരാ, വാ നരൻ, അല്ലേ? വാ വേണ്ട, നരൻ അല്ലേ? അപ്പം അതാണ് യോഗ്യത പറഞ്ഞാൽ. ആ നരനായ പോരാ, നരൻ ഉയർന്ന് നാരായണനാവണം, അതാണ് വേണ്ടത്. അത് സാധിക്കും, ഉപാസന കൊണ്ട് സാധിക്കും. ഇനി അത് സാത്വികമായിട്ട് ഉപാസിച്ചാൽ സാധിക്കും, താമസമായിട്ട് ഉപാസിച്ചാൽ സാധിക്കില്ല. ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ മൃഗാസുരന് സംഭവിച്ചതുപോലെ പറ്റും. ജീവിതത്തിൽ ഭൗതിക നേട്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ മൃഗാസുരൻ എന്തായി? ഭസ്മായില്ലേ? അങ്ങനെ ഭസ്മ ആവരുതേ. അവിടെ എന്ത് വേണം? ശാന്തമായിട്ട് ഉപാസിക്കണം. അങ്ങനെയാണെങ്കിലോ ശാന്തമായിട്ട് ഉപാസിച്ച അർജുനന് കുറച്ചൊരു അഹങ്കാരം വന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ജീവിതത്തിൽ കുറച്ച് ദുഃഖം കൊടുത്ത ആ അഹങ്കാരത്തെ ഇല്ലാണ്ടിയാക്കി. അപ്പം സാത്വികമായിട്ട് ഉപാസിക്കുന്നവർക്കും ദുഃഖമൊക്കെ ഉണ്ടാവും. ചിലർ ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഭാഗവതം പറയുന്ന അയാളുടെ അവസ്ഥ കണ്ടില്ലേ? അവസ്ഥ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് നോക്കി ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്. ദുഃഖിക്കുന്നത് ആരാ? അയാൾ ദുഃഖിക്കുന്നുണ്ടോ നോക്കണം. ചിലർക്ക് ദുഃഖം ഉണ്ടാവില്ല. പല പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചു പോയില്ലേ? എന്നിട്ടോ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അവനവൻ അനുഭവിക്കുന്ന ദുഃഖവും സുഖവും ഒന്നും വേറൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ നോക്കണം എന്താ? ബംഗ്ലാവുണ്ടോ, വീടുണ്ടോ, കല്യാണം കഴിച്ചോ, കുട്ടികളുണ്ടോ, പ്രഷറും ഷുഗറൊന്നും ഇല്ലല്ലോ. ഇത്രയ്ക്കല്ലേ നമ്മളറിയുള്ളൂ. ഇതൊക്കെ ഉള്ളവർ സുഖമായിട്ടിരിക്കുന്നുണ്ടാവും. പ്രഷറും ഷുഗറൊക്കെ ഉണ്ടായിട്ട് നാളെ തട്ടിപ്പോകും എന്നറിയാം. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കണം നമ്മൾ കാണുന്നില്ലേ? ഇല്ലേ? കാണിച്ചു തരണോ? നമുക്ക് പരിചയത്തിൽ കുറേ പേരുണ്ട് അങ്ങനെ. ഇന്നോ നാളെയോ അറിയില്ല, എന്നിട്ടൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ധൈര്യം, അങ്ങനെയൊക്കെ പറ്റൂലേ, ഒരു പ്രശ്നമില്ല. അപ്പം ബാഹ്യദൃഷ്ടിയിൽ നമ്മളൊക്കെ നോക്കിയാൽ അവർ ദുഃഖിക്കേണ്ടവരാ. പക്ഷെ എന്തില്ല, ഒന്നുമില്ല, നമുക്കോ ദുഃഖം ഒഴിഞ്ഞ സമയമില്ല. അതൊന്ന് മനസ്സിലാക്കാലോ. ഭൗതികമായിട്ടുള്ള നേട്ടമല്ല ആഗ്രഹിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ ശരീരം എന്താവും? മൃഗാസുരനെ പോലെ ഭസ്മാവും. എല്ലാം വെട്ടിപ്പിടിക്കാൻ പോയതാ ഭസ്മാസുരൻ, മൃഗാസുരൻ. അവസാനം എന്തേണ്ടായി? അവസാനം എല്ലുപൊടി. നേരെ മറിച്ച് ശാന്തമായിട്ട് ഉപാസിച്ച അർജുനനോ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായപ്പോൾ അത് ഭഗവാൻ ഇല്ലാണ്ടിയാക്കി. അതല്ലേ സന്താനഗോപാലൻ കഥ. പണ്ട് ദ്വാരകയിലൊരു ബ്രാഹ്മണൻ, അയാൾക്കുണ്ടാവുന്ന മക്കളൊക്കെ മരിച്ചു പോവുകയാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, അങ്ങനെ ഉണ്ടാവുന്ന ഉണ്ണികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ശവശരീരമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരും. ഭഗവാനെ കുറേ ആദ്യമൊക്കെ സ്തുതിക്കും, ഭഗവാനെ കണ്ടില്ല, അങ്ങനെ രാജാവായിട്ടിരിക്കുമ്പോൾ ഈ അവസ്ഥ അങ്ങനെ ഉണ്ടാവാൻ പാടും, ബാലമരണം ഉണ്ടാവാൻ പാടും എന്നൊക്കെ ചോദിക്കും. കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ചീത്തവിളിയായി. അല്ലെങ്കിൽ തന്നോടൊക്കെ പറയണ എന്നെ വേണം തല്ലാൻ. മല്ലാക്ഷിമാരുണ്ടിഹ വേണ്ടുവോളം നല്ലൊരു സമ്പത്തു നിനക്കുമുണ്ട്. നിന്നോട് പുത്രദുഃഖം പറഞ്ഞാൽ മനസ്സിലാവുമോ? എത്ര മക്കളാണ് നിനക്ക്? ലക്ഷക്കണക്കിന് കുട്ടികളുള്ള നിനക്ക് ഞാൻ പുത്രദുഃഖം പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? ഇല്ലാണ്ടിയാവുമ്പോൾ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്നൊക്കെ ആര്? ഈ ബ്രാഹ്മണൻ പറഞ്ഞു പോവുകയാണ്. ഏവം ദ്വിതീയം തൃതീയം, അങ്ങനെ 9ാമത്തെ ഉണ്ണി മരിച്ചപ്പോഴും അദ്ദേഹം വന്നു. അയാളുടെ കേമത്ത് എന്താ ചോദിച്ചാൽ അയാളുടെ ഭക്തിക്കൊരു കോട്ടവുമില്ല. ഭഗവാനെ ആശ്രയിക്കുന്നത് വിട്ടിട്ടില്ല. എന്താണ്? പോകാണ്ടിരുന്നോ? പിന്നെ നമ്മളാച്ചാൽ 2 ദിവസം ഭജിച്ചിട്ട് പെരുമ്പറപ്പന് അത്ര പണ്ടത്തെ പോലെ ശക്തി ഇല്ല, നമുക്ക് വേറെ ഏതെങ്കിലും അമ്പലത്തിൽ, അങ്ങനെയല്ലേ വിചാരിക്കുക. ഈ ബ്രാഹ്മണൻ നോക്കൂ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല ഒക്കെ ഉണ്ണി മരിച്ചു. 9ാമത്തെ ഉണ്ണി മരിച്ചപ്പോഴും വരവ് നിർത്തിയില്ല. തൻ്റെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോഴും തൊഴിൽ നിർത്തിയിട്ടില്ല. നമ്മൾ സുഖമായാലും ദുഃഖമായാലും കാരണം പറഞ്ഞ് വരാണ്ടിരിക്കും. നല്ല മഴ, അന്ന് അമ്പലത്തിൽ പോകണ്ട, നല്ല മഴ, അന്ന് ചായ വേണ്ടാതിരുന്നു, 2 ചായ അധികം കുടിക്കും. അതാ വ്യത്യാസം പറയണം. ഈ ബ്രാഹ്മണൻ എന്താ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു, ഭഗവാനെ കുറേ പുകഴ്ത്തി, പിന്നെ കുറേ ചീത്ത പറഞ്ഞു. അത് കേട്ടിരിക്കുന്നുണ്ടാര്? അർജുനൻ അവിടെ ഉണ്ട്. അർജുനൻ ചോദിക്കുകയാണ്, ഇതെന്താ ഭഗവാൻ ഇടപെടാത്തു? ഈ വിഷയത്തിൽ താനങ്ങോട്ട് ഇടപെട്ടാലോ? അത് തനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റും. കല്യാണം കഴിച്ച് കുറച്ചായിട്ടേ ഉള്ളൂ, തൻ്റെ ഭാര്യ വീട്ടിലൊന്ന് ഷൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് നല്ലതല്ലേ എന്ന് കരുതി അർജുനൻ ആ കേസിൽ ഇടപെട്ടു. താൻ ജയിച്ചു വെച്ചാൽ തനിക്കൊരു പേരുമാവുമല്ലോ. കൃഷ്ണൻ തോറ്റ കേസാ, താൻ വാദിച്ച് ജയിച്ചാൽ പിന്നെ നല്ല കാര്യമല്ലേ എന്ന് കരുതി ഒന്നും മിണ്ടാണ്ടിരുന്നു. ബ്രാഹ്മണൻ അങ്ങോട്ട് പോയ സമയത്ത് പിന്നാലെ ആരും പുറപ്പെട്ടു. അർജുനും പോയി. അർജുനൻ പറഞ്ഞു, ബ്രാഹ്മണ, തനിക്ക് ഇനിയൊരു ഉണ്ണി ഉണ്ടാവാൻ വെച്ചാൽ ഞാൻ രക്ഷിക്കും. വല്ല കാര്യമുണ്ടോ? ഭഗവാനൊന്ന് ചോദിച്ചിട്ട് പോരെ? ഏറ്റു, ഞാൻ രക്ഷിക്കും.
ബ്രാഹ്മണൻ ചോദിച്ചു, താനാരടോ? എന്നറിയില്ലേ? പാരത്രയും പെരുമ കേട്ടൊരു ഫൽഗുനന്റെ പേരെത്തിടാത്ത ചെവി ചേതനയറ്റതത്രേ. ഈ വില്ലാളി വീരനായിട്ടുള്ള അർജുനനെ പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ? അങ്ങ് പേപ്പറൊന്നും വായിക്കാറില്ലേ? ക്ഷീണായി അർജുനന്, തന്നെ പറ്റി കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുറവായി. ഞാനാണ് വില്ലാളി വീരൻ അർജുനൻ, ഗാന്ധീവ് എന്നുള്ള വില്ല് കേട്ടിട്ടില്ല, അത് എൻ്റെയാന്നൊക്കെ പറഞ്ഞു. ബ്രാഹ്മണൻ ചോദിച്ചു, തന്നെ ഇതിൻ്റെ മുന്നേ അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. താനും കൃഷ്ണനുമായിട്ട് എന്താ ബന്ധം? ഞാനാണ് കൃഷ്ണൻ്റെ അനിയത്തി സുഭദ്രയെ വിവാഹം കഴിച്ചത്. ആ അങ്ങനെ പറയൂ, ഒരു അംഗം കഴിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, അത് താനായിരുന്നു അല്ലേ? അപ്പം ഇനി എനിക്കൊരു ഉണ്ണി ഉണ്ടാകുക വെച്ചാൽ താൻ രക്ഷിക്കുന്നതാണോ പറയണത്? അതെ, രക്ഷിക്കും. പറ്റിയില്ലെങ്കിലോ? അങ്ങനെ വരില്ല. അർജുനെ പറ്റി അങ്ങനെ അറിയായിട്ടാ. കൃഷ്ണനെ പോലെയല്ല, ബലരാമനെ പോലെയും അനിരുദ്ധനെ പോലെയും പ്രദ്യുമ്നെ പോലെയല്ല ഏറ്റാൽ ഏറ്റത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൃഷ്ണനും ബലരാമനും അനിരുദ്ധനൊക്കെ എൻ്റെ. അർജുനൻ അങ്ങനെ പറയാൻ പാടൂ? കുറച്ച് കൂടി പോയില്ലേ അത്? നമ്മളിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ വന്നിട്ടില്ലേ മുരമ്പുറപ്പൻ്റെ കാര്യമില്ലേ യേശം, അങ്ങനെ ഞാനില്ലെങ്കിൽ ബന്ധു അങ്ങനെ പറയരുത്. വരുമ്പുറപ്പില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാണ് എന്നേ പറയാവൂ, അല്ലാതെ ഞാനില്ലെങ്കിൽ വരുമ്പുറപ്പിൻ്റെ ഒരു പ്രശ്നവുമില്ല. നമുക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും. ചിലപ്പോൾ ഞാനില്ലെങ്കിൽ കാര്യം നടക്കില്ല. ആചാര്യന്മാർക്ക് ഉണ്ടാവില്ല കേട്ടോ, കാരണം അവർ വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് അവർക്കറിയാം. നിൽക്കാണ്ടിരിക്കുമ്പോഴാണ് എല്ലാം ഭംഗിയിൽ. അത്രയേ ഉള്ളൂ ഒരു വിഷയം. അങ്ങനെയൊക്കെ വലിയ സംശയം ഉണ്ടെങ്കിൽ ഒരു 6 മാസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, ഫോൺ ഓഫാക്കുക, വീട് വിട്ട് പോവുക. എന്നിട്ട് 4 മാസം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളായിരുന്നു വീട്ടിലത്തെ പ്രശ്നം. അത് പോയപ്പോൾ നല്ല സമാധാനമുണ്ട്. ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മളില്ലെങ്കിലും ഒന്നുമില്ല, ഒക്കെ ഒന്നുകൂടി ഭംഗിയിൽ നടക്കുന്നല്ലാതെ ഒന്നും മോശമാവില്ല. ഇവിടെ അർജുനൻ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അർജുനൻ പറഞ്ഞു, അങ്ങക്ക് അറിയായിട്ടാണ്, ഞാൻ അർജുനാണ്, എനിക്ക് രക്ഷിക്കാൻ പറ്റും. ബ്രാഹ്മണൻ പറഞ്ഞു, തനിക്ക് പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് പറയൂ. അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ പുല്ലാണെനിക്കു തനു തീലരിച്ചിടും ഞാൻ, വില്ലാണു നിൻ തിരുവടിത്തളിരാണു സത്യം. അർജുനന് വാക്കാ വലുത്, ഈ ശരീരമല്ല. അഥവാ വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തീ ചാടി ചാവും. എന്താണ്? അത്രയേ ഉള്ളൂ. വാക്കാണ് മുഖ്യം. അതങ്ങോട്ട് കേട്ടപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി. ഒന്നെങ്കിൽ ഉണ്ണിയെ കിട്ടും, അല്ലെങ്കിൽ ഇയാൾ മരിക്കും, എന്തെങ്കിലും തരാവുമല്ലോ. ബ്രാഹ്മണൻ തൻ്റെ അന്തർജനത്തോട് പറഞ്ഞു, അതെ ഇനിയൊരു ഉണ്ണി ഉണ്ടാവുകയെന്ന് വെച്ചാൽ രക്ഷപ്പെടുന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചു, എന്താ അങ്ങനെ അങ്ങക്ക് ഒരു പ്രതീക്ഷ? ഇപ്പം ഞാൻ ഇന്നൊരാളെ കണ്ടു, കേമന, അയാളുടെ പേര് അർജുനൻ എന്നാ. ആരാ അയാൾ കേമന പറഞ്ഞത്? അയാളിനെയാണ് പറഞ്ഞത്. അത് മതിയോ? അതല്ല, ഞാൻ അയാളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിച്ചു, ഇനി നമുക്കുണ്ടാവുന്ന ഉണ്ണിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ അയാൾ തീ ചാടി ചാവും. അപ്പം ഭാര്യ ചോദിച്ചു, അയാൾ തീ ചാടി ചത്തിട്ട് നമുക്കെന്താ? അതല്ല, അഥവാ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ തീ ചാടി ചാവും എന്ന് പറഞ്ഞാൽ അയാൾ ആരാ നിനക്കറിയോ? അയാൾ കൃഷ്ണൻ്റെ അനിയത്തിയെ സുഭദ്രയെ വിവാഹം കഴിച്ച ആളാ. അതുകൊണ്ട് കൃഷ്ണൻ്റെ അളിയനാ. അതുകൊണ്ട് കൃഷ്ണൻ്റെ അനിയത്തി വിധവയാവാൻ കൃഷ്ണൻ സമ്മതിക്കുമോ? അപ്പോൾ ആരിടപെടും? കൃഷ്ണൻ നമ്മുടെ കേസിൽ. അപ്പോഴും ബ്രാഹ്മണന്റെ വിശ്വാസം കേട്ടാ. അർജുനൻ വിചാരിച്ചു അർജുനോടാ വിശ്വാസം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ട്രാപ്പിൽ ആര് കുടുങ്ങിയതാ? അർജുനൻ വിചാരിച്ചു താൻ ഇടപെട്ടു എന്നല്ല. അർജുനൻ ഭഗവാൻ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അർജുനനെ പിടിച്ചതാണ്. ഏതായാലും അങ്ങനെ ഇരിക്കുന്നു. 2 മാസം 3 മാസം 4 മാസം 8 മാസമായി. അർജുനെ കാണാനായിട്ട് ബ്രാഹ്മണൻ വരും. ഭഗവാനെ പിന്നെ കാണണമെന്നില്ല. അർജുൻ്റെ അടുത്ത് വരും, അർജുനൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഭഗവാൻ ചോദിക്കുക എങ്ങോട്ടാന്നൊന്നുമില്ല, ചായയായി, 4 കാലാവാനായി. അങ്ങോ നിർത്തണില്ല, എന്നാൽ ഞാൻ പോയി ചായ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അർജുനൻ അങ്ങനെ ഇറങ്ങും. സംഗതി ഭഗവാൻ അറിയാം, എന്നാലും താൻ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ, അതാവും സൗകര്യച്ച് അങ്ങനെ ആവട്ടെ. ബ്രാഹ്മണൻ വന്ന് പറഞ്ഞതേ ഇനിയിപ്പം പറ്റില്ല, വരണം, 8 മാസമായി, എപ്പം വേണമെങ്കിൽ പ്രസവിക്കാം. ശരി, അർജുനൻ വില്ലും അമ്പൊക്കെ എടുത്ത് പുറപ്പെട്ടു. ഭഗവാൻ ചോദിച്ചു എങ്ങോട്ടാന്ന്? ഒന്നുമില്ല, ഒന്ന് വെറുതെ പുറത്തിറങ്ങുക. പറഞ്ഞോളൂ അർജുനൻ എങ്ങോട്ടാ? യുദ്ധം ഉണ്ടോ? ഒരു യുദ്ധമില്ലേ, വെറുതെ അങ്ങനെ ഇരിക്കേണ്ട കാര്യം ഒന്ന് പുറത്തിറങ്ങുകയാണ്. എന്നാൽ ഞാനും കൂടെ വരണോ? 2 ദിവസം ഫ്രീ ആയിട്ടിരിക്കുകയാണ്, വേണമെങ്കിൽ തേര് തെളിക്കാനൊക്കെ ഡ്രൈവറായിട്ട് വേണമെങ്കിൽ വരാം. വേണ്ട, എന്നാൽ പോട്ടെ. അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു. ആ ലേബർ റൂമിൻ്റെ ചുറ്റും ശരകൂടാരുണ്ടാക്കി. ഇനിയിപ്പോൾ ആ ബ്രാഹ്മണ പത്നി പ്രസവിക്കും, ആൺകുട്ടിയായിരിക്കും. രാമൻ ഓടി വരും, തന്നെ കെട്ടിപ്പിടിക്കും. അർജുന താൻ കേമൻ തന്നെയാട്ടോ, ഇവിടെ അർജുനനും അല്ല ഇവിടെ ബലരാമനും ശ്രീകൃഷ്ണനും അനിരുദ്ധനും പ്രദ്യുനും ഒന്നും സാധിക്കാത്ത കാര്യം താൻ എന്നൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചു. പ്രസവിച്ചു, വയറ്റാട്ടി വന്ന് പറഞ്ഞു ആൺകുട്ടിയാന്ന്. അർജുനൻ അങ്ങോട്ട് രോമാഞ്ചം, എന്തൊരു സന്തോഷം. അതങ്ങോട്ട് അകത്തേക്ക് പോയപ്പോൾ കുട്ടിയെ കാണാനില്ല. ഇതുവരെയും പ്രസവിച്ചു കഴിഞ്ഞാൽ മരിച്ചാലും കുട്ടിയെ കാണായിരുന്നു. ഇപ്പം ഈ അർജുനൻ്റെ കൂടാരം കാരണമാണോ ശല്യ സശരീരോ വിഹായ ശവശരീരം കാണുന്നില്ല. ബ്രാഹ്മണൻ പുറത്തേക്ക് അങ്ങോട്ട് വന്ന് ചീത്ത തുടങ്ങി. താനെന്താ പറഞ്ഞത്? താൻ
ബലരാമനല്ല, ശ്രീകൃഷ്ണനല്ല, അനിരുദ്ധനല്ല, പ്രദ്യുമ്നൻ, താൻ ഒന്നുമല്ലടോ. തൊട്ടാൽ കുളിക്കണമെടുക്കുക, വില്ല് ചൂണ്ടൽ കെട്ടാൻ കൊടുക്കുക. തൻ്റെ വില്ല് ഗാണ്ഡീവം എന്തിനു കൊള്ളും? അതിൻ്റെ അറ്റം മുറിച്ചിട്ട് പുഴുവിനെ കെട്ടിത്തൂക്കിയാൽ തോട്ടുപക്കത്ത് വന്നാൽ മത്സ്യം പിടിക്കാം. ഗാണ്ഡീവ അത്രേ. ബ്രാഹ്മണൻ ഈ ചീത്തൊന്നും അർജുനൻ ഉണ്ടായതിനു ശേഷം എങ്ങനെ ചീത്ത കേട്ടില്ല. ചീത്ത കേട്ട് രോമം കൊഴിഞ്ഞു പോയി. ആജാതി ചീത്ത. അർജുനൻ പറയട്ടെ, ഞാൻ സംഘടിപ്പിക്കാം, ഇല്ല ഒന്നും പറ്റിയില്ല, ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കൊണ്ടുവന്നാലും തിരക്കടില്ല, ഞാൻ ആ മാവ് വെട്ടിക്കേറി കത്തിക്കും, വന്ന് ചാടിക്കോള്. വാക്കാണ് ക്ഷത്രിയർക്ക് വലുത്. അർജുനൻ കുടുങ്ങി, പല ദിക്കിലും പോയി. യമധർമ്മൻ്റെ അടുത്ത് പോയി. ആ ബ്രാഹ്മണൻ്റെ മകൻ ഇവിടെ ഉണ്ടോ ചോദിച്ചു. യമധർമ്മൻ ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു 10 പേരും മരിച്ചിട്ടില്ല. എന്താ മരിച്ചവിടെ കാണേണ്ടതല്ലേ, അപ്പം ഇവിടെ വന്നിട്ടില്ല. എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. എവിടെയാ കുടുങ്ങിയത് പറയൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള വകുപ്പില്ല. എന്നാലും ഞാൻ ഇന്ദ്രൻ്റെ മകനല്ലേ, അങ്ങയുടെ മകൻ്റെ അനിയനല്ലേ എന്ന്. തൻ്റെ ഏട്ടനാണ് ആര്? യുധിഷ്ഠിരൻ. യുധിഷ്ഠിരനാരാ? യമധർമ്മൻ്റെ മകനാണ്, ധർമ്മപുത്രൻ. ഒരു ക്ലൂ തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, എന്നെക്കാൾ കറുത്തും കൊണ്ടൊരു വിദ്വാൻ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. എന്താ ഈ കേസിൽ കൂട്ടിയില്ലേ? മയിൽപ്പീലിയൊക്കെ ചേർത്തിട്ട് എന്നെക്കാൾ കറുത്തും കൊണ്ട് ഗോപിക്കുരു തൊട്ടൊരാൾ. അയാളുടെ കളിയാവാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ കാൽക്കൽ പോയി വീഴണം അല്ലേ? ഞാൻ ബ്രാഹ്മണൻ്റെ മനസ്സൊക്കെ മാറിയിട്ടുണ്ടാവും. തൽക്കാലം അയാളോട് പറയാൻ പറ്റിയില്ല, പത്രല്ലേ ഉള്ളൂ, പറ്റിയില്ല, കൃഷ്ണന് സാധിച്ചില്ലല്ലോ, തനിക്ക് പറ്റിയില്ല. ബ്രാഹ്മണൻ പറയും, സാരല്ലേ അർജുന, എന്തോ എൻ്റെ മകൻ മരിച്ചു, താൻ ഇപ്പം തീ ചാടൊന്നും വേണ്ട എന്ന് പറയുന്ന കരുതിയെങ്കിൽ അർജുനന് തെറ്റി. ബ്രാഹ്മണൻ പണിക്കാരെയൊക്കെ ഏർപ്പാടാക്കി ആ മരമൊക്കെ വെട്ടിക്കേറി ചൂട്ടും കത്തിച്ച് നിൽക്കുകയാണ്. അർജുനൻ വന്നാൽ മലത്തി കിടത്തുക, കൊളുത്തുക. ഒരു മാറ്റവും ആ ബ്രാഹ്മണനില്ല. അർജുനൻ പോയി ആ കുളത്ത് പോയി കുളിച്ചു, പ്രദക്ഷിണം വെച്ചു, കണ്ണടച്ചു. കണ്ണങ്ങട്ട് അടച്ചാൽ മയിൽപ്പീലി, പുഞ്ചിരി, ഗോപിക്കുറി, ഭഗവാന്റെ കാരുണ്യം വഴുകുന്ന കണ്ണുകൾ. അർജുന ഇപ്പോഴും വൈകിയില്ല, ഒന്നും വിളിച്ചൂടെ കൃഷ്ണ, ഒന്നും വിളിച്ചൂടെ? എന്നിട്ടും അർജുനൻ വിളിക്കുന്നില്ല. കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു, എന്തായാലും അങ്ങയുടെ അനിയത്തിയെ വിവാഹം കഴിച്ച അധികമായില്ല, ഞാൻ വിധവയാക്കുക തോന്നരുതേ എന്നും പറഞ്ഞ് എടുത്തങ്ങോട്ട് ചാടി. ഒരു കൈ വന്നങ്ങോട്ട് തട്ടി നേരെ തേരിലിട്ട് കൊണ്ടുപോയി. സപ്തദ്വീപാൻ സപ്ത സിന്ധൂൻ സപ്ത സപ്ത ഗിരീനഥ. 7 ദ്വീപുകൾ, 7 പർവ്വതങ്ങളൊക്കെ കഴിഞ്ഞ് വലിയൊരു സമുദ്രം. ആ സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ആയിരക്കണക്കിന് പണങ്ങളുള്ള വലിയൊരു പാമ്പ്, അനന്തൻ. തസ്മിൻ മഹാഭീമം അനന്തമദ്ഭുതം. ആ അനന്തൻ്റെ മുകളിൽ ഇരുന്നും കൊണ്ട് ആരെ കണ്ടു? വിഷ്ണു ഭഗവാൻ. ഏതാണ്? സന്താനഗോപാലമൂർത്തി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. വിഷ്ണുവും കൃഷ്ണനും ഒന്ന് തന്നെയല്ലേ? കണ്ണാടി നോക്കിയ പോലെ. നമ്മൾ കണ്ണാടി നോക്കിയാൽ അത്രയല്ലേ ഉള്ളൂ. അത് കൂടുതൽ ലോകം ചോദിക്കാനുണ്ടോ? കണ്ണാടി നോക്കിയിട്ട് രണ്ടുപേരും പുരുഷോത്തമോത്തമം. ആരാ പുരുഷോത്തമൻ, ആരാ പുരുഷോത്തമോത്തമൻ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. പക്ഷേ അർജുനൻ തൊഴുത് നമസ്കരിച്ചു. കുട്ടികളൊക്കെ അവിടെ കണ്ടു. 10 പേരും അവിടെ ഉണ്ട്. ആ 10 പേരെയും കൊടുത്തു. ഭൂമിയുടെ ഭാരം തീർക്കാൻ വന്നതല്ലേ, നിങ്ങൾ ഏറെക്കുറെ തീർന്നില്ലേ, കഴിഞ്ഞ പോരല്ലേ എന്ന് വിഷ്ണു ഭഗവാൻ ചോദിക്കണു. അങ്ങനെ ആ കൃഷ്ണനും അർജുനനും കൂടി കുട്ടികളെ 10 പേരെയും കൊണ്ട് ബ്രാഹ്മണൻ്റെ അടുത്തെത്തി. കൃഷ്ണൻ പറഞ്ഞു, അർജുന നീ കൊടുത്താൽ മതി. അർജുനൻ പറഞ്ഞു, വേണ്ട, നീ ക്രെഡിറ്റ് മാത്രമായിട്ട് എനിക്ക് വേണ്ട, അങ്ങ് കൊടുത്താൽ മതി, ഞാനല്ല ഏറ്റത്, നീ കൊടുത്താൽ മതി. അവസാനം എണ്ണി ആ ഉണ്ണികളൊക്കെ ആര് കൊടുത്തു? അർജുനൻ ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണനുണ്ടായ സന്തോഷം. 1ൻ്റെ സ്ഥാനത്ത് ഭഗവാനെ ചേർത്തപ്പം 10. നമ്മൾ ഒറ്റയ്ക്ക് കൂട്ടിയ 1 ഉണ്ടാവുള്ളൂ. ഭഗവാനും കൂടി ചേർത്താൽ 10 കിട്ടുക. 1 വേണോ 10 വേണോ? ആണ് ചോദ്യം. നമുക്ക് മെനക്കെട്ടാണെങ്കിൽ 1 മതി. അങ്ങനെയല്ല, എളുപ്പത്തിൽ ഭഗവാനെ ചേർത്താൽ അനുഭവം ഉണ്ടാവുമല്ലോ അല്ലേ? എവർക്കും അനുഭവം ഉണ്ടാവും. എന്നാൽ ഭഗവാനെ ചേർത്തോളൂ, ധാരാളം സമ്പന്നനായിട്ടിരിക്കുക. ബ്രാഹ്മണനുണ്ടായ സന്തോഷം. അർജുനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, നീ കൃഷ്ണനല്ല, നീ പറഞ്ഞത് സത്യ, കൃഷ്ണന് സാധിച്ചിട്ടില്ല, ബലരാമന് സാധിച്ചിട്ടില്ല, അനിരുദ്ധന് സാധിച്ചിട്ടില്ല, പ്രദ്യുമ്നന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പം അർജുനൻ പറയണം, അല്ലല്ലല്ല, അങ്ങനെ പറയരുതേ, ഇതാരാണ് ചെയ്തത്? അവിടുന്ന് അങ്ങോട്ട് ഓടി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ കാലം കണ്ട് മുറുക്കി പിടിച്ച് തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി. യത് കിഞ്ചിത് പൗരുഷം പുംസാമേനേ കൃഷ്ണാനുകമ്പിതം. ഇന്ന് അടിയൻ മനസ്സിലാക്കി ഭഗവാനെ, എന്തെങ്കിലും ഒരു കഴിവ് തനിക്കുണ്ടെങ്കിൽ അത് കൃഷ്ണ അങ്ങയുടെ അനുകമ്പ. യത് കിഞ്ചിത് പൗരുഷം, എന്തെങ്കിലും ആവട്ടെ, കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് എൻ്റെ കേമത്തല്ല, അത് കൃഷ്ണൻ്റെ കാരുണ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കണ്ണീരിലൂടെ അഹന്ത ഒഴുകിപ്പോയി. ആരുടെ? അർജുനൻ്റെ. ഭഗവാൻ പുറത്തു തട്ടിയിട്ട് പറഞ്ഞു, സാരല്ലേ അർജുനൻ, ഒന്നും കുഴപ്പമില്ല, കരയണ്ട, അതിനൊക്കെ ഉണ്ടാവും. സാത്വികമായിട്ട് ഉപാസിച്ചത് കൊണ്ട് അർജുനനെ അഹങ്കരിച്ചപ്പോൾ എന്തുണ്ടായി? അർജുനൻ ഭസ്മായോ? മൃഗാസുരൻ ഭസ്മായി. താമസമായിട്ട് ഉപാസിച്ചത് കൊണ്ടാണ്. ഭൗതികമായ നേട്ടം ആഗ്രഹിച്ച് ഉപാസിച്ചാൽ അയാളുടെ ജീവിതം വെണ്ണീര് പോലെയാവും. നേരെ മറിച്ച്
ഭഗവാനെ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഭജിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വഴി തെറ്റിയാലും തെറ്റരുതേ, ഇടയ്ക്കൊന്ന് അഹങ്കരിച്ചാലും പേടിക്കണ്ട. ഭഗവാൻ അയാളെ വീണ്ടും കൊണ്ടുവരും. ജീവിതത്തിൽ ചില ദുഃഖങ്ങളൊക്കെ തരും. ദുഃഖം ഉണ്ടാവാണ്ടിരിക്കൊന്നുമില്ല, ദുഃഖം ഉണ്ടാവും. ആ ദുഃഖത്തിലൂടെ അഹന്ത പോയിക്കോളും. ഭഗവാനോട് ചേരാൻ സാധിക്കും. അതാണ് താല്പര്യം. പിന്നീട് ഒരു അധ്യായത്തിൽ ആ ഭാഗവതത്തിലെ ഈ ദശമസ്കന്ധത്തിന് മംഗളം പാടുക. സുഖം സ്വബുദ്ധ്യാം നിവസൻ ദ്വാരകായാം ശ്രിയഃപതി. ശ്രിയഃപതിയായിരിക്കുന്ന ഭഗവാൻ സുഖമായിട്ട് കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? ദ്വാരകയിൽ കഴിഞ്ഞു. അത് അത്ഭുതമാണ്. കാരണം ഭഗവാന്റെ ആ ഒരു സാഹചര്യം നോക്കിയാൽ 16,108 ഭാര്യമാർ. അപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഓരോ ഭാര്യയിലും 10 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി വീതമുണ്ട്. അപ്പോൾ എത്ര കുട്ടികളുണ്ടാവും? ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ 100 മാഷന്മാരാണെങ്കിൽ എത്ര മാഷന്മാർ അവിടെ ഉണ്ട്? ഒരു ഭാര്യയെ നോക്കാൻ 100 ദാസിമാരാണ്. അപ്പോൾ എത്ര ദാസിമാരുണ്ടാവും? ഇങ്ങനെയൊക്കെ ആയിട്ടും ഭഗവാൻ അവിടെ സുഖം സ്വപുര്യാം നിവസൻ, സുഖമായിട്ട് ദ്വാരകയിൽ കഴിഞ്ഞു. ഇവിടെ നമുക്കൊക്കെ ഒരു ഭാര്യയും ഒരു കഷ്ണം കൂട്ടി, എന്നിട്ട് തന്നെ ആഴ്ചയിൽ കൗൺസിലിങ്ങിന് പോവുക. ശനിയാഴ്ചയായ പോവുകയും ഡിപ്രഷൻ, സമാധാനമില്ല. അപ്പോഴാണ് ഇവിടെ ഈ ഒരു കഥ പ്രസക്തമാവുന്നത്. ഈ ഭഗവാന്റെ കഥകൾ വന്നതിന് ശേഷം തീർത്ഥം ചക്രേ നൃപോനം, ഈ ഭാഗവത തീർത്ഥമായിട്ട് ഒഴുകാൻ തുടങ്ങിയതോടുകൂടി ഗംഗ എന്തായി മാറി? ആ പുണ്യനദിയായിരിക്കുന്ന ഗംഗ 2ാം സ്ഥാനത്തായി. 1ാം സ്ഥാനത്ത് ആരാ? ഭാഗവത ഗംഗ. 2ാം സ്ഥാനത്ത് അതുവരെ അങ്ങനെയല്ലായിരുന്നു. അതാണ് ഈ ഭാഗവതത്തിൻ്റെ മഹത്വം. അത് സേവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എങ്ങനെ സുഖമായിട്ട് ഭഗവാനെ പോലെ ഇരിക്കാൻ സാധിക്കും? അതാണ് മുക്തി, മോക്ഷം, ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം. അതിനെപ്പറ്റി വർണ്ണിക്കുകയാണ് മുക്തി എന്ന ലക്ഷണത്തോടു കൂടിയ ഏകാദശ സ്കന്ധം. അതുപോലെ നിർത്തി ചായയ്ക്ക് ശേഷം ഭാഗവത ധർമ്മം, അതുപോലെ 24 ഗുരുക്കന്മാർ, അതൊക്കെ വളരെ പ്രധാനമാണ്. ആ വക വിഷയങ്ങളെപ്പറ്റി നമുക്ക് ചായയ്ക്ക് ശേഷം കേൾക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. പിന്നെ സർവൈശ്വര്യ പൂജ, എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. ഇനി ഇരിക്കാൻ പറ്റാത്തവർക്ക്, അധികം പ്രായമുള്ളവർ അങ്ങനെ പറയുക, ഇരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇരിക്കാൻ കസേര ഉണ്ടാവും, അതൊന്നും ഒരു കുഴപ്പം